ഒന്ന് സദസ്സരൊന്നു ചന്താക്കി തെറു വന്നിട്ടുള്ള ദൈക്കറു അല്ലാഹു തആല മരിക്കട്ട ലാസ്റ്റ് നിമിഷത്തോളം ഇൽമുടെ മജ്ലിസിലും പള്ളിയിലും ദൈക്കൊകിന്നെ സൗഭാഗ്യ അല്ലാഹു നിങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതെല്ലാം കാരണമുണ്ട്. ചുമ്മ ആൾമാർ ഞങ്ങളെ ഉത്തരലേക്ക് ഒരു ചുമ്മ വയസ്സായ ആൾമാരല്ല, രോഗിമാരായ ആളുമാർ, പള്ളിക്ക് പുറകാവാണ്ട് പുൽപുട്ടുകൊണ്ടുള്ള ആളുമാർ, സൈഡ് എഫക്റ്റ് ആയിട്ടാ നടുനമ്പലമാ മുട്ടുനമ്പലമാ വേറെ ഏതെങ്കിലും രോഗത്തെ കാരണത്തിലാണ് ചുമ്മ ആളുമാർ ഔത്തിലുള്ള ബാക്കിയായിട്ടുള്ള ഋജുമാത്തുക്ക് പുറകാവാണ്ട് ജമാഅത്തുക്കും പുറകാവാണ്ട് ബേജാറിലും ദുഃഖത്തിലുള്ള ആളുമാർ. അള്ളാഹു അങ്ക് ആഫിയത്തും ദീർഘായുസും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ പള്ളിക്ക് ജുമാഅത്തുക്കും ജമാഅത്തുക്കും എത്തുക്ക് തീരാത്ത പോലത്തെ രോഗവും കഷ്ടപ്പാടും അള്ളാഹു നമുക്ക് ആർക്കും അള്ളാഹു തറാണ്ടിക്കുമാറാവട്ടെ. ഈ ഇൽമുടെ മജ്ലിസിൽ ആരോഗ്യം ഇന്നിട്ടും വന്ന് ദയിക്കുരണ്ട് ചെല്ലത് വലിയൊരു ഭാഗ്യം. അതൊരു ചെറിയൊരു ചില്ലരുടെ ഭാഗ്യം എന്തോ അല്ല. അതേപോലെ സദസ്സിൽ ഞങ്ങളെ പോലെ ഞങ്ങളെ ലീഡർമാർ ചമ്മാൽമാർ പെരിയാൾമാർ പേരൊന്നുമില്ലാത്തത് കൊണ്ട് പരിചയമുണ്ട്. വേഗത്തിൽ പേരെല്ലാം നടപ്പില്ല. ഏതായാലും ഒന്നും പണിയൊന്നും ഇല്ലാണ്ട് വന്നൊരു ദയിക്കരന്തും അല്ല. ഇതുപോലത്തെ ഒരു സുന്ദരമായ മജ്ലിസ് ഒരു ആയത്തെ ആളുമാർ പരസ്പരം മുഖം നോക്കുള്ള ഒരു ചാൻസ് കിട്ടിയ ഒരു സന്ദർഭ, അത് നല്ല മജ്ലിസിൽ അത് സദുപയോഗമാക്കുവാനായിട്ട് എല്ലാം സൈഡ് വെച്ചിട്ട് വന്നിട്ട് ദയിക്കടത് അള്ളാഹു താല ഈ സദസ്സിലും വേദിയിലും സ്റ്റേജിലുമുള്ള ബഹുമാന്യരായ റായത്തെ നേതാക്കന്മാർ, വിവിധ സംഘ സംസ്ഥയുടെ നേതാക്കന്മാർ, പള്ളി മദ്രസത്തെ നേതാക്കന്മാർ, പടച്ചറബെ ഞങ്ങളെ നീ ഗുരുതീശ്വരങ്കത്തക്കതായ പ്രതിഫല ദുനിയാവിലും ആഖിറത്തിലും നീ കൊടുക്കും റബ്ബെ. ധാരാളം ഹിമ്മത്തും ഖുവ്വത്തും നീനുടെ ദീനുടെ ഖിദ്മത്തും ഈ സമാജത്തെ സേവയാക്കുന്ന തൗഫീഖും നീ ഞങ്ങൾക്കെല്ലാവർക്കും നീ പ്രദാനം ചെയ്ത് തമ്പുരാനെ. ഞങ്ങളെയും എല്ലാ ഓരോരുത്തരുടെ സതുദ്ദേശത്തെ നീ പൂർത്തിയാക്കി താ അല്ലാഹ്. അപ്പോൾ മാഷാ അല്ലാഹ് ഒരു 2 വർഷമായിട്ട് ഇവിടെ ജുമാഅത്ത് പള്ളിയല്ല ഒരു അല്ലെ നിർമ്മാണമെല്ലായിട്ട് ഉദ്ഘാടനമെല്ലായിട്ട് നല്ല സുന്ദരമായ സുസജ്ജിതമായ ചന്തത്തെ പള്ളി. ഈ പള്ളി എന്തൊക്കെ കെട്ടി ബേച്ചിരെ ചെല്ലതൊക്കെ ആൻസർ നിയമേ ആക്കിയല്ലോ. എന്തൊക്കെ ഈ പള്ളി ചെന്നിട്ട് പള്ളി കെട്ടുപാട്ടിയ ആളുമാർ, അതൊക്കെ വേണ്ടിട്ട് മെഹനത്ത് വന്ന ആളുമാർ, അതൊക്കെ സഹകാരാക്കിയ ആളുമാർ, അതൊക്കെ നാവ് കൊണ്ടിട്ടും തടി കൊണ്ടിട്ടും സമ്പത്ത് കൊണ്ടിട്ടും സഹകാരാക്കിയ ആളുമാർ. പടച്ചറബ് ബദലുക അങ്കും ഞങ്ങളുടെ കുടുംബത്തും അള്ളാഹു സ്വർഗത്തെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വലിയൊരു ഭാഗ്യ ഒരു പള്ളിക്ക് സഹകാരാക്കിട്ട് ചെന്നെങ്കിൽ. അപ്പൊ ഈ പള്ളി എന്തുള്ളത് ചെല്ലതുക്ക് ഉത്തര നാണ് ചെല്ലുണ്ട് നിങ്ങൾ അത് ഉത്തര നിങ്ങൾ ചെന്നെങ്ങുമായി ഉത്തര ചെന്നെങ്ങുമയ്യാമല അതുപോലെ നിങ്ങൾ ആക്കി ടിക്കോറ് ചെന്നിട്ട് ഞാൻ പേരിച്ചോണ്ടുള്ളേ. അള്ളാഹുടെ പള്ളി ഈ ഭൂമിയിൽ ഉപയോഗിച്ചിട്ട് പടച്ചിറപ്പുക യാറെ ഇഷ്ടപ്പെട്ട ഒരു ജാഗ ഇന്നെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ പടച്ചിറപ്പുടെ പള്ളിയായിട്ട് ഈ ഭൂമിയിൽ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് യാറെ ഇഷ്ടപ്പെടാത്ത പടച്ചറബ് ശപിക്കട പോലത്തെ ഒരു ജാഗ ഇന്നെങ്കിൽ അത് മാർക്കറ്റ് ആയിട്ടിക്കട്, സിറ്റി ആയിട്ടിക്കറ്, അങ്ങടിയുടെ പരിസരമായിട്ടിക്കറ്. ഞങ്ങ അങ്ങടിയുടെ പരിസരത്ത് കൊറോടി ടൈമും പള്ളിയുടെ പരിസരത്ത് യാറെ ടൈമും ഡെയ്ക്കോണായ ചെലവാക്കോണായ ഒരു ആളുമാറായിട്ടിക്കട. ഞങ്ങളെ പരിസ്ഥിതി എങ്ങനെ ഉണ്ടു ചെന്നിട്ടു ഞങ്ങമേ ആലോചനാക്കിയങ്ങ ആറാറ് ബിസപ്പെടാ ഞങ്ങളുടെ സ്വന്തം നഫ്സുടെ ബിസയ ഞങ്ങൾ ഒന്ന് കാൽക്കുലേഷൻ ഇട്ടെങ്ങമായി ഞങ്ങളെ സ്വന്തം നഫ്സുടെ ഞങ്ങൾ ഒന്ന് തനിക്കാക്കിയങ്ങമായി. പെർലാപ്പൂച്ചളുടെ റായത്തെ സുന്ദര പള്ളി മാഷാദ നിങ്ങളെല്ലാം കാണുമ്പോൾ വല്ലാത്തൊരു കൊസിയാവട്ടെ. അൽഹംദുലില്ലാ നല്ലൊരു ഇസ്ലാമിയുടെ ആ സംസ്കൃതിയിലും ഇസ്ലാമിയുടെ വാതാവരണത്തിലുമുള്ള ഒരു നല്ലൊരു റായ, നല്ല മക്ക. അള്ളാഹു അതുപോലെ ഖിയാമത്ത് നാളത്തോളം ഈ റായത്തിൽ ദീനി ചൈതന്യ നിലനിർത്തക്കും. ആ ദീനി ചൈതന്യത്തെ നെക്സ്റ്റ് പണ്ട് തലമാറുക അത് പാസ്സാക്കിയിട്ട് കുമ്പറകുമ്പറായിട്ടുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നിങ്ങൾ നോക്കിയുള്ളൊരു ബഹുമാനപ്പെട്ട പരിശുദ്ധ നബി കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കത്തെ മദീനത്തേക്ക് ഹിജ്റ പോയ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് ഒരു പള്ളി അവിടെ കെട്ടുകയാനായിട്ട് പ്രയത്നാക്കിയിട്ട് പള്ളി കെട്ടി. സഅദ് ഇബ്നു സുറാറ ഉണ്ടായിട്ടിക്കോ റളിയല്ലാഹു തആല അൻഹു പേര് ആ പള്ളിയുടെ സ്വഹാബിയുടെ പേര് നക്ക് ഞാനിപ്പോ സമ വണ്ടിയില്ല അങ്ങനെ ആയിട്ടിക്കോ ചാൻസ്. അതെ സഅദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹ
പള്ളിക്ക് വേണമായിട്ട് ഒരു ജാഗ അങ്ങനെ വഖഫാക്കി വെച്ചിട്ട് പള്ളിയൊന്നും കെട്ടിട്ടില്ല. ആ ജാഗ ഏതുണ്ട് കേട്ടെങ്കിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയ സന്ദർഭത്തിൽ അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു തആല അൻഹു ചന്ത നബിയെ ನಾನು നിസ്കരിക്കുക ഒരു സൗകര്യല്ലാക്കി വെച്ചിട്ടുണ്ട് ഒരു ജാഗ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ಅದರ ಪೂರ್ವಪರಿ ಎಂಕ್ವೈರಿ ಆಕಿತ್ತು, ತನಿಖೆ ಆಕಿತ್ತು. ಇದು ಆರದು ಜಾಗ ಎವಡ್ರದು ಎങ്ങനെ ಏದುಂಟು. ಅಪ್ಪ ಕೇಟ್ಟು ಚಂತ ಯಾ ರಸೂಲಲ್ಲಾಹ್ ಅದು രണ്ട് യതീം മക്കളെ ജാഗയായിട്ട് ആ യതീം മക്കളെ നാണായിട്ട് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടുള്ളത്, ഞങ്ങളെ സംരക്ഷണം നാണാക്കിക്കൊണ്ടുള്ളത്. ഞങ്ങളെ ബാപ്പ മരിച്ചു പോയിട്ട് ആ ബാപ്പയുടെ ജാഗ അഥവാ യതീം മക്കളെ സ്വത്ത് ഇതുണ്ട്. അപ്പൊ അതിന്റെ സംരക്ഷണങ്ങൾ ഇത് എൻ്റെ കയ്യിലുള്ളത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെലട് ആ ജാഗയ്ക്ക് നിങ്ങ ആ യതീം മക്കളെ പൈസ കൊടുക്കൂറ്. നിങ്ങൾ പള്ളി അതായാലും ആക്കി വഖഫാക്കിട്ടായിട് ആ യതീം മക്കളെ സ്വത്തുള്ള നിങ്ങൾക്ക് അർഹത ഉള്ളത് അഥവാ ഹക്കുള്ളത് അതിനെ എന്തിനാക്കരുത്, പിന്നെ വിലവരാക്കരുതും അതിനെ കൈകാര്യം ചെയ്യുക വേണമായിട്ട് അതിനെ നോക്കിയൊക്കെ വേണമായിട്ട്. അതുകൊണ്ട് അതിന്റെ വാല്യുവേഷൻ എത്ര ഉണ്ട് അതിനൊക്കെയാണ് യാറെ കണക്കാക്കിയിട്ട് ആ പൈസ യതീം മക്കൾ ഫസ്റ്റ് കൊടുക്കും. പിന്നെ ആ ജാഗയിൽ കല്ലല്ല, അതേപോലെ മറ, അതേപോലെ ഈത്തപ്പഴത്തെ മറവും വേറെ ഇത്തരം മറ എല്ലാം ഇന്നതിലെല്ലാം ഓടി പിന്നെ കൊത്തിയിട്ടെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ജോപ്പടി പട്ടി പോലത്തെ പള്ളി കെട്ടിച്ചു. സയ്യിദുന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുടെ ചെറിയ ചെറിയ ഇട്ടികെല്ലാം ബേച്ചിട്ടല്ല റാശിയെല്ലാം കൂട്ട് അങ്ങനെ പള്ളി തല്ല് ഉഷാറാക്കിയിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആയിട്ട് വലിയ വലിയ കള്ളെല്ലൊക്കെ ബേച്ചിട്ട് എന്തിനാക്കിയിട്ട് ആ പള്ളിയുടെ വലിയ രൂപത്തിലാക്കിയത്. പള്ളിച്ചളുടെ ഈ സംവിധാന ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണത്തി മുന്നോളെ ഉണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ മുഖദ്ദസിനെ പുനർനിർമ്മാണാക്കിയ ചരിത്രമുള്ള നിങ്ങൾ കേട്ടത്. അതേപോലെ മസ്ജിദുൽ ഹറം ഈ ഭൂമിയിൽ വെച്ചിട്ട് യാറെ പാവിത്രത്തെ ഇന്ന പള്ളി 3 പള്ളിയായിട്ട് മൂന്ന് ടൈപ്പിടെ സ്ഥാനം. ഒന്ന് ബഹുമാനപ്പെട്ട മസ്ജിദുൽ ഹറാം, ഒരു വക്ത് നിസ്കരിച്ച 1 ലാഖ് വക്ത് നിസ്കരിച്ച പ്രതിഫല. നെക്സ്റ്റ് മസ്ജിദുൻ നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന മുനവ്വറ, ഒരു വക്ത് നിസ്കരിച്ചെങ്കിൽ അതേപോലെ 1000 വക്ത് നിസ്കരിച്ച പ്രതിഫല. മൂന്നാമത്തത് ബൈത്തുൽ മുഖദ്ദസ്, ഒരു വക്ത് നിസ്കരിച്ച 500 വക്ത് നിസ്കാരത്തെ പ്രതിഫല. പിന്നെ ദുനിയാവിൽ നിന്ന് വലിയ പള്ളിയും ചെറിയ പള്ളിയും ജോപ്പടി പട്ടി പോലത്തെ ചെറിയ പള്ളിയും ഗുഡിസലായും ഏത് പള്ളിയും അത് ഒരേ സ്ഥാനത്തുള്ളത്. പെർലാപ്പ് പള്ളിക്ക് ഒരാളും ഒരു മുസ്ഹഫ് നേർച്ചാക്കെങ്കിൽ ആ മുസാഫയുടെ ഗഡിയാർത്ത പള്ളിക്കും കൊടുക്കുക. ഗഡിയാർത്ത പള്ളിക്ക് മുസല്ല നേർച്ചാക്കെങ്കിൽ നീയത്താക്കിയെങ്കിൽ പെർലാപ്പുട പള്ളിക്കും പെർലാപ്പുട പള്ളിക്ക് മുസല്ല നീയത്താക്കിയെങ്കിൽ അത് മക്കത്തെ പള്ളിക്ക് കൊടുക്കുക. മക്കത്തെ പള്ളിക്ക് നീയത്താക്കിയ മുസല്ലയുടെ പെർലാപ്പുട പള്ളിക്ക് കൊടുക്കും പോലെയില്ല. അതേപോലെ മദീനത്തെ പള്ളിക്ക് മുസ്ഹഫ് നേർച്ചാക്കിയെങ്കിൽ അത് മക്കത്തെ പള്ളിക്ക് കൊടുക്കാം. മക്കത്തെ പള്ളിക്ക് മുസ്ഹഫ് നേർച്ചാക്കിയെങ്കിൽ മദീനത്തെ പള്ളിക്ക് കൊടുക്കുക. ബൈത്തുൽ മുഖദ്ദസ് നിയത്താക്കിയിട്ടുണ്ട് കണ്ടെങ്കിൽ അത് മദീനത്തും കൊടുക്കാം, മക്കത്തെ പള്ളിക്കും കൊടുക്കാം. മദീനത്തെ പള്ളിക്ക് നിയത്താക്കിയെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ് കൊടുക്കുക. ബാക്കിയുള്ള 3 അല്ലെങ്കിൽ 3 അല്ലാത്ത ബാക്കിയുള്ള എല്ലാ ദുനിയാവിൽ നിന്ന് എല്ലാ പള്ളിയും സരിസമാണ്. എല്ലാ പള്ളിയിലും നിസ്കരിച്ചും ഒരേ കൂലി, ഒരു വ്യത്യാസവും ഇല്ല. മൈക്കാലത്തെ ബന്ദറിൽ ജുമാഅത്ത് പള്ളിയിൽ നിസ്കരിച്ചെങ്കും പെർലാപ്പുട പള്ളിയിൽ നിസ്കരിച്ചെങ്കും ഗഡിയാറ പള്ളിയിൽ നിസ്കരിച്ചെങ്കും അതിനപ്പുറത്ത് ഇപ്പുറത്ത് വലിയ പള്ളി ചെറിയ പള്ളി ഏ പള്ളിയിൽ നിസ്കരിച്ചെങ്കും നിസ്കാരத்துக்கு പ്രതിഫലം ഒരേപോലെ പള്ളി ചെല്ലുടെ രൂപത്തിൽ. പിന്നെ ജമാഅത്തുക്ക് ആള് ആറ് ഉള്ള 2 കണെങ്കിൽ 6 ജമാഅത്ത് ആള് ഉള്ള നിസ്കാരത്ത് ജമാഅത്ത് ഒട്ടിಗೆ ಸೇರಿದ್ದು 6 പ്രതിഫല കിട്ടും. അത് പള്ളി ചെല്ലുടെ രൂപത്തിലല്ല, ജമാഅത്തുക്ക് ആള് 6 ഉണ്ട് ചെല്ലുടെ രൂപത്തിൽ. അപ്പുറത്തെ പള്ളിയിൽ 6 ജമാഅത്തുക്ക് ആളുണ്ട്, അവിടേക്ക് പോയി അവിടെ 6 കൂലി കിട്ടല്ലേ ചെന്നിട്ട് സ്വന്തം റായത്തെ പള്ളിയുടെ ഇടക്കിട്ട് പോവും പോലെയില്ല. അവനുണ്ട് റായത്തെ മഹല്ലത്തെ പള്ളിയിൽ ഇബാദത്തിർക്കണം, നിസ്കരിക്കണം, ജുമാഅത്തും ജമാഅത്തും അവിടെ ആയിട്ടേക്ക് പോണായത് അതായിട്ട് 6 കൂലിയും കിട്ടും. കുറേ ഒരു ആദത്ത് അങ്ങനെ കിട്ടും. അപ്പുറത്തെ പള്ളിക്ക് വലിയ പള്ളിക്ക് 6 ആളുള്ള പള്ളിക്ക് അങ്ങനത്തെ പള്ളി ഇങ്ങനത്തെ പള്ളി ചെന്നിട്ടല്ല റായത്തെ സ്വന്തം പള്ളിയുടെ വിട്ടിട്ട് പോണ്ടെങ്കിൽ കിടാറ് പോയപ്പോ നിസ്കരിക്കുക തീരാണ്ടല്ല, അത് കായിട്ട് വിട്ടു പോകുക തീരാണ്ട് മാത്രമേ ചെന്നോട്ടുള്ളൂ. അപ്പൊ അല്ലാഹുടെ പള്ളി അല്ലാഹുടെ പള്ളി ആ പള്ളി അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കുകയുള്ളത്, അവനുക്ക് ഇബാദത്തിർക്കുള്ളത്, അവന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലുള്ളത്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്തുതി കീർത്തനാക്കുള്ളത്,
അള്ളാഹുടെ ഔലിയാക്കന്മാരെ അനുസ്മരിക്കുള്ളത്, അള്ളാഹുടെ അമ്പിയാക്കന്മാരെ അനുസ്മരിക്കുള്ളത്, അത് ദിക്റുടെയും സ്വലാത്രയും അതേപോലത്തെ ഇന്നിത്ര നല്ല നല്ല കർമ്മ ഉണ്ടാക്കുള്ളത്, ഇൽമുടെ മജ്ലിസ് ഉണ്ടാക്കുള്ളത്, വാല് ചെല്ലുകും വാല് കേൾക്കും കേൾക്കുമുള്ളത്, ഇങ്ങനത്തെ കുറേ ചുമ്മ ബിസിയത്തുള്ളതായിട്ട് ഇവിടെ പടച്ച തമ്പുരാന്റെ പള്ളി. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് എടുക്കണായ പള്ളി, ആ പള്ളിയിൽ ഞങ്ങളെ ധർമ്മത്തെ ഞങ്ങൾ പൂരൈസിയമാ ചെന്നിട്ട് ഞങ്ങൾ ആലോചനാക്കണു. അല്ലാഹുടെ പള്ളിയുടെ ഒട്ടിക ഇന്ന കർത്തവ്യ ഞങ്ങളത് പൂർത്തിയായിടാ ചെന്നിട്ടും ഞങ്ങളെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഉത്തരാക്കണു. പടച്ചറബയുടെ പള്ളിയിൽ ഞങ്ങൾ തൃപ്തികരമായ രൂപത്തിൽ ഇബാദത്ത് എടുത്തോണ്ടുള്ള മാ ചെന്നിട്ടും ചിന്തനാക്കണു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളി വ അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെന്നോണ്ടുള്ളത് അല്ലാഹുടെ പള്ളി അത് അല്ലാഹുള്ളതായിട്ട് അല്ലാഹു അല്ലാത്ത ഇത്ര വസ്തുഗതമായ ഇത്ര ദേവതക്ക് ഇത്ര മൂർത്തിക്ക് വിഗ്രഹത്തുകളെല്ലാം പൂജാക്കും പോലെ ഇല്ല. ಅದರ ಜಾಗೆ ಬೇರೆ ಮೇಯ್ಕಿಡ ಅದರಾಳು ಮಾರಂಗನ ಹಾಕಿಕೊಂಡಿಕ್ಕಿಡರು. ಪಡಚ ತಂಬುರಾന്റെ പള്ളി അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ഇബാദത്ത് എടുക്കുള്ളത്. അല്ലാഹുക്ക് ഇബാദത്ത് എടുക്കട ചെന്നെങ്കിൽ ഇവിടെ നിസ്കാരമാ അതല്ലെങ്കിൽ അതേപോലെ ജുമുഅ ജമാഅത്ത ഖുതുബ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട എല്ലാ സ്വറവുമാക്കരുത് അല്ലാഹുകാക്കട ഇബാദത്ത്. അത് സ്വലാത്ത് മജ്ലിസ് പടച്ച തമ്പുരാന്റെ പള്ളിയിൽ ഉണ്ടാക്കരുത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചെന്നത് നിങ്ങൾ സ്വലാത്ത് ചെല്ലൊരു നബിയുടെ മേളിൽ ചെന്നിട്ട് അല്ലാഹു ചെന്ന് ആജ്ഞയുടെ പാലനാക്കട ജാഗയായിട്ട് പള്ളി അത് അല്ലാഹുകാക്കട ഇബാദത്ത്. അല്ലാഹുടെ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരെ ബഹുമാനിക്കരുത്, സ്നേഹിക്കരുത്, ഞങ്ങളെ തവസ്സുലാക്കരുത്, ഇസ്തിഗാസാക്കരുത്, ഖുതുബിയത്ത റാത്തിബ ഏതുമാവട്ടും അതെല്ലാം പടച്ച തമ്പുരാന് പരിശുദ്ധ ഖുർആനിൽ പഠിപ്പാട്ടിയത് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടിയത് സ്വഹാബത്ത് ആക്കി കാട്ടിയത്. അതും പള്ളിയിലാക്കരുത്, പടച്ചറപ്പ് എടുക്കണ ഇബാദത്ത്. അത് പള്ളിയിൽ സദഖ കൊടുക്കരുത്, അല്ലാഹുകാക്കട ഇബാദത്ത്. അത് ഖുർആൻ ഓതരുത്, അല്ലാഹുകാക്കട ഇബാദത്ത്. അത് മൗലിദ് ഓതരുത്, പടച്ചറബ്ബുകാക്കട ഇബാദത്ത്. അത് നിങ്ങൾ നോക്കിയുള്ള അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ എത്രമോ ജാഗ്യള് വദ്കുറു ഫിൽ കിതാബി ഇബ്രാഹീം വദ്കുറു ഫിൽ കിതാബി ഇസ്മാഈൽ. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിയുടെ അനുസ്മരണ കറോ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ അനുസ്മരണ കറോ, നൂഹ് നബി അലൈഹി ഇസ്ലാം, മൂസാ നബി അലൈഹി ഇസ്ലാം, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം, ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം. ഇതുപോലത്തെ ഓരോരോ അമ്പിയാക്കന്മാരെ എണ്ണിട്ട് ഉദ്കുറു നിങ്ങൾ അനുസ്മരണ കുറു നനപ്പാക്കുറങ്ങളെ ചരിത്രത്തെ ചൊല്ലറു ചെന്നിട്ട് പടച്ചറബ് ഖുർആനിൽ ചെന്നിങ്ങ ഞങ്ങളെ ചരിത്രം ചെന്നിങ്ങ അത് കൂലി തണ്ടത് പടച്ചറബ്. അത് അല്ലാഹുകാക്കട ഇബാദത്ത്. അതെല്ലാം പള്ളിലാക്കണായത്. അല്ലാഹു ഖുർആനിൽ ചെന്നത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാടിത് എന്തെല്ലാം ഉണ്ടാ ആ എല്ലാ സത്കർവും പള്ളിയുടെ ഉൾഗത്തിലുമാക്കരുത് ഇബാദത്തായിട്ടിക്കട്. പിരിസത്ത മുസ്ലിമേ ആ പള്ളിയിലായിട്ട് കിടന്നങ്ങ് ജുമാ നിസ്കരിക്കണായത്, ജമാഅത്ത് നിസ്കരിക്കണായത്. നിങ്ങൾ നോക്കിയത് ഇതുപോലത്തെ ഇൽമുടെ മജ്ലിസ് എന്തുകൊണ്ടാ ഉണ്ടാക്കണത്? എന്തുകളെ ഈ മജ്ലിസ് ഉണ്ടാക്കിയേ? അല്ല, നിങ്ങളുടെ പ്രായത്തിലുള്ള കുറെ ആൾമാർ വെച്ചിട്ട് ഇൽമുടെ മജ്ലിസ് എല്ലാം ഉണ്ടാക്കരുത്. പിന്നെ ഒരു വാർഷികാക്കട്, പഴയ പൈസ ഒന്തിക്കാതെല്ലാം ബാക്കിയുള്ളതെല്ലാം സന്തായാക്കട്. കുറെ സീരണിക്കുമ്പണ്ട് അതൊക്കെ തള്ളി ഇറച്ചിയെല്ലാം ഇട്ടിട്ട് റിട്ടേൺ ഒത്തുക്കു കൊടുക്കൂടെ. ആരെങ്കിലും വന്നെങ്കിൽ കുറെ വാല് ചെലടെ, അതേപോലെ വാല് കേക്കടെ, പാട്ട് ഇങ്ങനത്തെ ഇതിക്ക് ചെന്നിട്ടെല്ലാം ഞങ്ങൾ കൊറിയാൽമാർ ഭരിച്ചിട്ടുള്ള. അതുകൊണ്ടിട്ടായിട്ട് വാളിറുക്ക് ബണ്ടങ്ങളെ കൂടുതൽ കൊറിയാൽമാർ വന്ന മജ്ലിസിൽ ദയിക്കടത്. കൊറിയാൽമാർ മജ്ലിസ് ദയിക്കല അവിടെ ഇവിടെ ദയിക്കടത്. ഞാൻ ആരെ ആക്ഷേപാക്കട്ടല്ല, ബേജാറാക്കി രണ്ട വാളുക്ക് ചെന്നിട്ട് നീയത്താക്കിട്ട് വന്ന വാളുകേ പറഞ്ഞു.
ಬಸ್ ಸ್ಟ್ಯಾಂಡ್ ದೈಕೊಂಡು ಜನ ನೀತಾಕಿಟ್ಟು ಬಂದಂಗೆ ಹಂಗೆ ಬಸ್ ವಾಲ್ಗೆ ಬರೋದು ಇದ್ರ ಬಸ್ ಸ್ಟ್ಯಾಂಡ್ಲಿ ದೈಕೊಂಡು ರೋಡ್ ಸೈಡ್ಲ ಪರಿಬರಲ್ಲ ನಡಕುಗುಂಡು ಜನರ ಉತ್ತರ ನೀತಾಕಿಟ್ಟು ಬಂದಂಗೆ ಹಂಗೂ ಪಳ್ಳಿ ಒಂದು ಇಲ್ಮಡ ಮಜ್ಲಿಸ್ ಬರೋತೀರ ಹಂಗೆ ರೋಡ್ ಸೈಡ್ಲೇ ನಡ್ದು ಬೋಡು ಸೀರಣಿಗೆ ಚಂದ್ರ ನೀತಾಕಿಡ ಉತ್ತರ ಪಾರ್ತಾ ಇಟ್ಕೊಂಡು ಸೀರಣಿ ಕೊಡ್ಕೊಂಬದು ಬಂದ್ರೆ ತುಂಬೋದು ನಾನು കുറേ ടൈപ്പ് ബേജാറാക്കിയിട്ടുണ്ട് ചെല്ലതില്ലവാ ഞാൻ ഇന്നത്തെ നേരെ കണ്ണുക കൈയിട്ടതുപോലെ ചെല്ലേ നന്റെ ഒരു ഹാബിറ്റ് ആയി പോയിട്ട് കുറേ ആൾമാർക്ക് ബേജാറാകും അപ്പോ അങ്ങനെ കുറേ ടൈപ്പ് ആൾമാർ എന്തിനാക്കിടാറ് ഇങ്ങനത്തെ ഒരു കാര്യക്രമം നടക്കുമ്പോൾ പരിസരത്തിൽ ഇങ്ങനെ വന്നോണ്ടല്ല ഇക്കട ഏതും ആവട്ടെ ദച്ചങ്ങ അല്ലാഹു ഭാഗ്യവന്തന്മാരെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തിട്ട് അതേപോലെ കുറേ ആൾമാരെ ഇറച്ചിലൊക്കെ അറിയാതെ കെട്ട് സീരണി എല്ലാ കിടറ് അത് ടൈം ആകുമ്പോഴത്തേക്ക് ആവണം അവിടെ അല്ലാഹു അങ്കും ബർക്കത്തും ഖൈറും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പോ ഈ പള്ളിയിൽ ഈ ഇൽമുടെ മജ്ലിസ് 24ാമത്തെ വാർഷികത ആയോണ്ടുള്ള ഈ റായത്തിൽ അപ്പോൾ വാർഷിക ജന സ്വാഭാവികമായിട്ട് അങ്ങനെ പള്ളിക്ക് ഒന്തിಗೆಲ್ಲ കൊടുക്കൊണ്ടു അല്ല ഒന്തിಗೆ എടുക്കൊണ്ടു കുറേ ആൾ വസൂൽ ആവണുണ്ട് വാർഷികമാവണം വാർഷികത്തും ബാക്കി അക്കടങ്ങളിൽ ഇക്കടങ്ങളിൽ പിന്നെ വാല് കേൾക്കുക വാല് ചെല്ലും ഇതല്ല ഈ വാലയായിട്ടിക്കട് ഈ ചെല്ലുടെ വാലയായിട്ടിക്കട് 1,500 വർഷമായിട്ട് ഇത് തുടങ്ങിയിട്ട് ഈ വാല് ചെല്ലു തുടങ്ങിയിട്ട് അതേ 6236 ആയത്തുണ്ട് പരിശുദ്ധ ഖുർആനില് അത്രയും ആയത്ത് അതിന് എക്സ്ട്രാ കൂട്ടിയിട്ടൊന്നും വാല് ചെല്ലിടും ഇല്ല കോറോടി അക്കടു അതിരമേ ചെല്ലുടെ ചെന്നതിരമേ ചെല്ലുടെ ഇസ്ലാംകാരെ 5 ഇമാംകാരെ 6 ചെല്ലുടെ പണ്ടും ചെന്നുണ്ട് ഇപ്പം ചെല്ലുടെ ഇന്ന് നാളെയും ചെല്ലുടെ അതേപോലെ ഖിയാമത്ത് അതേമേ ചെല്ലുടെ ഇസ്ലാംകാരെ 6 അതേപോലെ ഇമാംകാരെ ഒരു 7 ആക്കിയിട്ടൊന്നും ഇതിൽ 6 ആക്കും പോലെയും ഇല്ല കോറോടി അക്കൂടില്ല അതിന് ഫിക്സ് പിന്നെന്തൊക്കെ കൂട്ടരെ അല്ലെ കേട്ടതൊക്കെ ഇക്കിടമാന്ന് പിന്നെ കൂട്ടരെ എന്തൊക്കെ ഇതിനെ പിറകെ വേറെ കുറെ രഹസ്യമുണ്ട്. പള്ളിയില് എല്ലാ നാളും ഒരേപോലത്തെ നിസ്കരിക്കണം അസറും ഒരേപോലത്തത് സുബയും ഒരേപോലത്തത് ഐഷാവും ഒരേപോലത്തത് മഗ്രിബും ഒരേപോലെ ഒരു വ്യത്യാസവും ഇല്ല. ലൂറിസ്കാരം രണ്ടാക്കിയിട്ട് സുബിസ്കാരം 4 റക്കാത്താക്ക ചുമ്മ ടൈം ആയിത്തല്ല ഒരേപോലെ വ്യത്യാസം ആക്കും പോലെ എന്തില്ല അതൊക്കെ പോണ്ട പള്ളിക്ക് ആക്കിയെതിരെ ആക്കുക ഓതെതിരെ ഓതോക്കു കേട്ടതിരെ കേൾക്കും പോണ്ടേ. അപ്പൊ അതിന്റെ പിറകിലുള്ള രഹസ്യം അതല്ല അതിലെ കടപ്പുറത്തിലുള്ള നീ നോക്കൂ നീ ഔത്തുൽ നിസ്കരിക്കും ഒരാൾ പറഞ്ഞാൽ ഔത്തുൽ നിസ്കരിക്കോ പള്ളികളിൽ പോകല കഷ്ടം കൊണ്ടല്ല കൊറോടി എത്ര കഷ്ട. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിരിസത്തൊരു സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മഖ്തൂം റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മഖ്തൂം ചെല്ലുടെ ആ സ്വഹാബി ജന്മനാ കണ്ണ് കാണാത്ത ആള് ചിമ്മിന്ദ്രേണ്ട് തെരിയല ബെൽക്കിരിന്ദ്രേണ്ട് ചെറിയ തെരിയല ആകാശന്ദ്രേണ്ട് ഭൂമിയന്ദ്രേണ്ട് സൂര്യന്ദ്രേണ്ട് ചന്ദ്രയന്ദ്രേണ്ട് തെരിയല ജന്മത്തന്നെ ഉമ്മടമാ പാപ്പടമാ മുഖവുമാ രൂപവും കണ്ട ആളല്ല ബെൽപ്പന്ദ്രേ കറുപ്പന്ദ്രേണ്ടും സമേത ഗുന്തില്ലാത്ത ഒരാള് അല്ലേ ജന്മന കണ്ണ് കാണാത്ത ബെൽത്ത് അത് ബെൽത്ത് കളറല്ല എന്തേ ബെൽപ്പ് ചെയ്യുന്നെങ്കിൽ ഗുന്തവണ്ടേ അത് കറുത്തിട്ടില്ലാണ് ഈ കറുത്തിരിച്ചെന്നെങ്കിൽ എന്തിനാണ് ഗുന്ത് വേണ്ടേ കാണണ്ടേ കണ്ണ് കണ്ടെങ്കിൽ ഈ കളർ എന്തിനുണ്ട് ഗൊന്തവിടത് എന്തും തെരിയാത്ത ഒരാൾ അഥവാ ജന്മന കണ്ണ് കാണാത്ത ഒരാൾ വലിയ ജ്ഞാനിയായിട്ട് കിടയാണ് ആ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീന പള്ളിക്ക് 5 വക്ത നിസ്കാരത്തകം വന്നോണ്ടിണ്ട്. അങ്ങനെ ഒരു നാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ കേക്കട യാ റസൂലല്ലാഹ് ನಾನು ಜನ್ಮನ ಕಣ್ಣು ಕಾಣಾತ ಸ್ವಹಾಬಿ ഉണ്ട് തങ്ക് ഗൊന്തുണ്ടല്ല നബിയേ നക്ക് പള്ളിക്ക് പറകു വല്ലാത്ത മനസ്സുള്ളത് ആയങ്ക പള്ളിക്ക് പറകു എപ്പോഴും സൗകര്യം കിട്ടിണ്ട് ചെല്ലക്ക് സാധ്യല്ല നിന്റെ ഔതുനുടെ പള്ളിക്ക് പറയണ ആരെങ്കിലും ഒരാൾ നിന്റെ കൈ പിടിച്ചുണ്ട് പറകു ഹെൽപ്പ് ആള് വേണു നബിയേ എല്ലാ നാളിലും എപ്പോഴും കിട്ടിണ്ട് ചെല്ലക്ക് സാധ്യല്ല കൈ പിടിച്ചുമ്പണ്ടാളും അവനക്കും ജോബില്ലേ അവനക്ക് കുടുംബം ഇല്ലേ അവനക്ക് ആളെ നോക്കണ്ടേ അതുകൊണ്ട് നിനക്ക് ഹെൽപ്പ് ആള് കിട്ടില്ല ഓരോരുക്ക അതുകൊണ്ട് യാ റസൂലല്ലാഹ് പള്ളിക്ക് പറയാണ്ട് നിന്റെ ഔത്തുൽ നിസ്കരിക്കൊക്കെ സൗകര്യം ഉണ്ട് നബിയേ ഔത്തുൽ നിസ്കരിക്കമാ നബിയേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കഷ്ടത്തിൽ പള്ളിക്ക് പണ്ട് ആ സ്വഹാബിയുടെ കണ്ട ദയനീയ പരിസ്ഥിതി കണ്ടിട്ട് ചന്ദ്രിൽ നീ ഔത്തുൽ നിസ്കരിച്ചോ അങ്ങനെ ചെന്നപ്പോ ആ സ്വഹാബിത റിയായിത്ത് കിട്ടിത്തല്ല അൽഹംദുലില്ലാ ചെന്നിട്ട് അങ്ങനെയുള്ള ഭയങ്കര ടെൻഷനിൽ തയ്യാൾ ഓരോർക്ക് പുറകാവില്ല പറാട്ടിക്കിട വല്ലാതെ ബേജാർ പള്ളിക്ക് പോയില്ലെങ്കിൽ എന്താവൂ ചെന്നിട്ട് അങ്ങനെ ഒരു റിയായിത്ത് എങ്ങ് നക്കുണ്ടല്ലേ അതിർത്ത ഇന്ന് പള്ളിക്ക് പറാട്ട ഔത്തുൽ നിസ്കരിക്കട്ടല്ല ബദളക ആളില്ലാത്ത സമയത്തിൽ പള്ളിയിൽ ഔത്ത് നിസ്കരിച്ചപ്പോ ബേജാറില്ല ഇന്ന് ചെന്നിട്ടായിട്ട് കിടയാളൊരു സന്തോള അങ്ങനെ മദീനത്തെ പള്ളി നിന്നിട്ട് ഔത്ത് പള്ളിയുടെ ജാല് കിളിഞ്ഞപ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മഖ്തൂം റളിയല്ലാഹു തആല അൻഹു വിളിക്കടിയ അബ്ദുല്ലാഹ് ഇപ്രബാ. അങ്ങനെ ആ സ്വഹാബി ഒട്ടിಗೆ ഇന്നാളെ കൈയും പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്നിധി പോയി വെച്ചിട്ട് എന്തൊക്കെ നബിയെ എന്നെ വിളിച്ചെറുണ്ട് കേട്ടപ്പോ ആ സ്വഹാബിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അബ്ദുല്ലാഹ് നിന്റെ ഉതുകു മദീന പള്ളി നിന്നട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു കൊടുക്കുന്ന ബാങ്കയുടെ ശബ്ദം നിക്ക് കേൾക്കുന്ന ക്രമമുണ്ടാ? നഅം യാ റസൂലല്ലാഹ് വക്കു നബിയെ ബാങ്ക് നക്ക് കേൾക്കുന്ന നബിയെ. അങ്ങനെ കണ്ടെങ്കിൽ അബ്ദുല്ലാഹ് നീന നിന്റെ ഉത്തുല സ്വന്തമായിട്ട് നിസ്കരിച്ചെങ്കിൽ നിസ്കാര സഹീ അല്ല അബ്ദുല്ലാഹ്. ഏത് കഷ്ടകാലത്തിലെങ്ങും പള്ളിക്ക് വന്നിട്ടേ തീരു അബ്ദുല്ലാഹ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മഖ്തൂം റളിയല്ലാഹു തആല അൻഹു ഔത്രങ്ങളിൽ ചെന്ന് എന്റെ പിരിസത്ത മനുഷ്യരെ മക്കളെ മദീനത്തെ പള്ളിയിൽ നിന്നിട്ട് നിന്റെ ഔത്തുകു എത്ര ഉടുത്തോളം ഇന്ന ഉദ്ദത്തെ പള്ളി കൊമ്പറുവറ മക്ക പള്ളി കൊമ്പന്നറ ഔത്ര താറന്തത്തുക അബ്ദുല്ലാഹി ഇബ്നു മഖ്തൂം റളിയല്ലാഹു അൻഹു പള്ളിയുടെ ഒരു കോടി കെട്ടിയത് പിന്നൊരു കോടി വലിച്ചു കെട്ടിയത് മദീന മുനവ്വറത്തെ ഒരു കുന്തത്തുകായിട്ട് കിട 5 വക്ത് നിസ്കാരത്തെ സമയത്തിലും ആളില്ലെങ്കും സമയത്തെ പള്ളി പിടിച്ചോണ്ട് അബ്ദുല്ലാഹി ഇബ്നു മഖ്തൂം റളിയല്ലാഹു തആല അൻഹു മദീന പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിക ജമാഅത്ത് എത്തിയോണ്ട് ഇന്ത് മുസ്ലിമേ മരിക്കടോടുത്തോളാ ഒന്നാളച്ചനക്കൂള എന്റെ പള്ളിക്ക് വന്നിട്ടില്ലേ ഉസ്താദ് എന്തോ കേട്ടത് എപ്പോടെ റോഡ് സൈഡിൽ കിട്ടിയപ്പോ എന്റെ പള്ളി വണ്ടേ ഇന്ന് തീരത് സുസ്തോട് പറകത്തെല്ലാം കഷ്ടവിടെ ചേരെല്ലാം ഇക്കിട അങ്ങനെ അങ്ങനത്തെ പറകല്ല കഷ്ടവിടെ റോഡിലുള്ള പറകല്ല കഷ്ടവിടെ നായെല്ലാം ഇക്കിടവിടെ അങ്ങനെ പള്ളിയുടെ പിത്തിലുണ്ട് അതുകൊണ്ട് കാതര കണ്ട പൊട്ടര രൂപത്തിൽ പള്ളിയുടെ ബാങ്കയുടെ ശബ്ദം കേൾക്കട ഉണക്കും. ഏയ് അവന്റെ ഇബിലിസ് എന്ന് പറഞ്ഞ മനസ്സൊപ്പണല്ല പള്ളിക്ക് പോകുവാനായിട്ട്. നിസ്കാരമേ സഹീഹല്ല ജമാഅത്തല്ലാണ്ട് ചെന്ന് പിന്നെ ഇമാമുടങ്ങുമുള്ള അത്രത്തോറുണ്ട് പവിത്രത്തെ പള്ളിക്ക്. അപ്പം ഇത് ചെല്ലെന്തെങ്ക് ഈ കൂടരെന്തൊക്കെ ചെന്നെങ്കിൽ ഇതിന്റെ പിറകിൽ വേറെ രഹസ്യമുണ്ട് നിങ്ങൾക്ക് തെരിയാതെ. ഇതിന്റെ പിറകിൽ വേറെ രഹസ്യമുണ്ട്. ഈ കൂട്ടത്തിലെ പിറകിൽ കേവല ഒരു സീരണി ഉണ്ണുക വേണായിട്ടാ അല്ലെങ്കിൽ ആള് കേക്കുക വേണായിട്ടാ അല്ലെങ്കിൽ ഒന്തിക വസൂലാക്കുക വേണായിട്ടല്ല. ബദൽക മനുഷ്യരെ കൂട്ട ചെല്ലത് പവിത്രമായത് ജമാഅത്ത് ചെന്നിട്ടായിട്ട് അറബിയിലത് ഉപയോഗ ശബ്ദ ജമാഅത്ത് കൂട്ടായിട്ട് കിടത് പള്ളി നിസ്കരിക്കട നിസ്കാര ജമാഅത്ത് ആയിട്ട് നിസ്കരിക്കട ദുഹൂർ നിസ്കാരത്തൊക്കെ അല്ലെങ്കിൽ മഗ്രിബ് നിസ്കാരം നിങ്ങൾ കൈ കെട്ടിയത് എങ്ങനെ? മഗ്രിബ് നിസ്കാരം 3 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണയും ജമാ ഇമാമുർ ഒട്ടിಗೆ നിസ്കരിക്കടതാ ഇമാമുർ ഒട്ടിಗೆ ജമാഅത്ത് ആയിട്ട് നിസ്കരിക്കട ചെന്നിട്ട് ആ ലുഹുർ നിസ്കാരം ഒരുത്ത നിസ്കരിക്കണമെങ്കിൽ ആ ലുഹുർ നിസ്കാരത്തിന് വേറൊരു പേരില്ല. ലുഹുർ നിസ്കാരാണ്ട് മാത്ര പേര്. ആ നിസ്കാര എല്ലാരും ഒട്ടായിട്ട് ചേരിടെങ്കിൽ ആ ലുഹുർ ജമാഅത്ത് നിസ്കാരാണ്ടതിക്ക് പേര്. ജുമുഅ നിസ്കാരത്തൊക്കെ ലുഹുറുണ്ടാ സറ മഗ്രിബ ഇശാ സുബഹി ഇങ്ങനത്തൊരു എക്സ്ട്രാ പേരില്ല. ജുമുഅ നിസ്കാരത്തൊക്കെ ജുമുഅ ചെന്നിട്ടേ വേറെ. ആ ജുമുഅ നിസ്കാര നിയ്യത്ത് വയ്ക്കുമ്പോഴത്തേക്ക് ജുമുഅ നിസ്കാര 2 റക്അത്ത് നിസ്കരിക്കട ചെന്നിട്ടേ വേറെ. ജുമുഅ ചെന്നെങ്കും അതേപോലെ ഒട്ടായിട്ട് നിസ്കരിക്കട നിസ്കാരാണ്ടായിട്ട് കട 2 റക്അത്തിന്റെ പേര് എങ്ങനെമേ. അഥവാ മനുഷ്യന്മാർ ഒട്ടാവിടുത് അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് വലിയ ഇഷ്ടാ. നീണ് നിന്റെ ഉത്തുളു 27 ബട്ട ലുഹുർ നിസ്കരിക്കണത് നിന്റെ പെർലാപ്പ് പള്ളിയിൽ പോയിട്ട് 27 ബട്ട ലുഹുർ നിസ്കരിക്കും ഒരുപോലെ. മാഷാ അല്ലാഹ് നിങ്ങളെ കടിയാറ ഖതീബ് ഉസ്താദ് മുഹമ്മദ് അലി ദാരി ഉസ്താദ് വേദിക്ക് വന്നിട്ടുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മാഷാ അല്ലാഹ് അധ്യക്ഷ റിയാസ് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉസ്താദ് അപ്പോ തിരുസത്ത് സഹോദരാ നീ ആലോചനാക്കുവള എങ്ങനെ പടച്ചവന്റെ പള്ളിയിൽ ളുഹുർ അസറ മഗ്രിബ ഇശാ മൂത്തു നീണ് ഉറുക്ക നിസ്കരിച്ചെങ്കിൽ നിന്റെ ഉത്തലത് 27 വട്ട നിസ്കരിച്ചത് പോലെ ഒരു വർഷം നീ പെർലാപ്പ് പള്ളിയിലെ ജമാഅത്തായിട്ട് നിസ്കരിച്ചെങ്കിൽ 27 വർഷം നിസ്കരിച്ചത് പോലെ 10 വർഷം പെർലാപ്പ് പള്ളിയിലെ ജമാഅത്തായിട്ട് നിസ്കരിക്കുക അല്ലാഹു നിനക്ക് ഭാഗ്യം തന്നിട്ട് കണ്ടെങ്ങനെയാണ് 270 വർഷം നിസ്കരിച്ച പ്രതിഫല പടച്ചറബ് തണ്ടാ നോക്കൂള. ചെറിയ വിസയല്ല 10 വർഷം നീ പെർലാപ്പ് പള്ളിയിലെ പരിസരത്തുള്ള പള്ളിയിലെ ജമാഅത്തായിട്ട് നിസ്കരിച്ചെങ്ക അല്ലാഹു നിനക്ക് 270 വർഷം നിസ്കരിച്ച കൂലി കിട്ടാ. 270 വർഷം നീ മിഞ്ചുകയില്ല.
ആ എങ്കും പടച്ചറബ് അത്രത്തോളം പ്രതിഫലതണ്ട ബിരുദകല്ലറായത്തില് പള്ളി ഉണ്ടാക്കണത്, ബിരുദകല്ലറായത്തില് ജമാഅത്തായിട്ട് നിസ്കരിക്കണത്, ബിരുദകല്ലറായത്തിൽ ജമാഅത്തായിട്ട് ഇമാമത്ത് നിസ്കരിക്കോ ഖതീബ് ഉസ്താദിനെ എമക്കാക്കണത്. നിങ്ങ ബീർപ്പെടെ തന്നിളിച്ച പൈസ ഒരു ഭാഗ ഖതീബ് ഒരു ഗൗരവധനമായിട്ട് കൊടുക്കണത്. ബിരുദകല്ല നിന്റെ റായത്തിൽ മുഅദ്ദിൻ ഉസ്താദ് പങ്കെടുക്കുക ആളിനെ എമക്കാക്കണത്. അയാൾക്ക് നീ നയിച്ച ബീർപ്പെടെ ഒരു ഭാഗത്തെ ചോറായിട്ടും ശമ്പളമായിട്ടും നീ എത്തുപാട്ടത്. എന്തൊക്കെ പടച്ച തമ്പുരാന്റെ പള്ളിയിൽ പങ്കു കൊടുക്കുന്നത് നിന്റെ നിസ്കരിക്കുക വിളിക്കടത്. നിന്റെ നിസ്കരിക്കുക വിളിക്കുക അയാൾക്ക് നിസ്കരിക്കുക അല്ലാതെ മുക്രിക്കൊക്കെ ബാങ്ക് കൊടുക്കുക അയാൾ ഇങ്ങനെ മൈക്കിൽ കൊടുക്കടക്കത്തിയില്ല. റൂമിൽ വെച്ചിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അയാൾ ആളുകൾ നിസ്കരിച്ചിട്ട് പോകാം. ബദൽക്ക് ബാങ്ക് ടൈമല്ല അനുസരിച്ചിട്ട് കാത്തിച്ചിട്ട് പള്ളിയുടെ മിനാറത്തിൽ നിന്ന് മൈക്കിലൂടെ നിന്റെ ഔത്തുക കേൾക്കുന്നത് പോലെ ബാങ്ക് അയാൾ കൊടുക്കുന്നതല്ല, ബദൽക്ക് നീ കൊടുപാട്ടത്. മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുന്നതല്ല, നീ കൊടുപാട്ടത്. ആ കൊടുപാട്ടത് നിക്ക് കേൾക്കുക വേണായിട്ട് അയാൾക്ക് നിസ്കരിക്കുകയല്ല, നിക്ക് നിസ്കരിക്കുക വേണായിട്ട് നീ പടച്ചിറപ്പട പള്ളിക്ക് പറകു വേണായിട്ട് നീ ഉത്തര പള്ളിയുടെ പരിസരത്തിൽ ഇന്നിട്ടും സമയത്ത് എത്ര പെട്ട പള്ളിക്ക് പണ്ടേ ചെല്ലതെന്ന് ആലോചനാക്ക് നീണ്. ജുമുഅ ചെല്ലതുണ്ടല്ലോ നാച്ചെന്നല്ല, അതൊരു സമ്മേളന അഥവാ ഒന്ന് കൂടരുത്. ആ ഫറലായ കൂടലതക്ക് നിബന്ധന അനുസരിച്ച് കൂടരുത്. ആ കൂട്ടത്തിക്ക് വല്ലാത്തൊരു സ്ഥാനവും മാനവും ഉണ്ട്. നിന്റെ പിരിസത്തെ മുസ്ലിമേ ജുമുഅത്തിന്റെ കുറെ നിബന്ധന ഉണ്ട്, പാലനാക്കണായത് പള്ളിക്ക് കൊടുക്കണായ ഗൗരവം നിന്റെ ആഖിറ രക്ഷപ്പെടുക വേണായിട്ട്, ദുനിയാവ് നഷ്ടപ്പെടാതിക്കുക വേണായിട്ട്. ജുമുഅത്തുണ്ട് പണ്ടേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാക്കിയ കുറെ സംവിധാനമുണ്ട്. പരിശുദ്ധ സ്വഹാബത്ത് അതുപോലെ ആക്കിയോണ്ട് വന്നോണ്ടിന്നറ ഇണ്ടും അതേപോലെ ആക്കണങ്ങുമുള്ളൊരു ഉദാഹരണത്തക വെള്ളിയാസരണ്ട് മുന്നത്തെ കാലം വിടുക. മുന്നത്തെ കാലത്തെ വിസ അങ്ങനെ സൈഡിക്കട്ട് എന്തുകൊണ്ടിട്ടങ്ങ് 8 ഗണ്ടകും 9 ഗണ്ടകും പണ്ട് നിന്റെ അജ്ജട കാലത്ത് നിന്റെ അപ്പട കാലത്ത് പടച്ച തമ്പുരാന്റെ പള്ളിയുടെ ബാഗിൽ ഓപ്പൺ 7 ഗണ്ടകെ 8 ഗണ്ടകെ ആയോണ്ടിന്ത മുഅദ്ദിൻ ഉസ്താദ് വലിയ വേളാസണ്ട് ഒരു നാള് മുന്നളെ പള്ളിയും ഹൗലും എല്ലാം ക്ലീനാക്കി വത്തനാക്കി വെച്ചോണ്ടിന്ത പിത്യാണ്ട് പെരുന്നാൾക്ക് പള്ളിക്ക് പോയത് പോലെ നിന്റെ അജ്ജട കാലത്ത് നിന്റെ അപ്പട കാലത്ത് 10-25 വർഷത്തേക്ക് മുന്നളോ വെള്ളിയാസരണ്ട് ജുമുഅത്ത് നാളിടണ്ട് നിന്റെ ബാപ്പയും നിന്റെ അജ്ജവും അതേ പള്ളി വെള്ളിയാസ നാളിച്ച് നിങ്ങൾ പെരുന്നാള് പോലെ അങ്ങ് കണക്കാക്കിക്കൊണ്ടിന്നറ. അതേപോലെ മനുഷ്യ നിക്ക് ഉകുറെടുക്കുക സുന്നത്തപ്പോ അത് വേളാസയായിട്ട് കട മീസയും താടിയുള്ള ഒപ്പാട്ടുകൾ സുന്നത്തപ്പോ അതും വേളാസയായിട്ട് കട തലയുടെ മുടിയുള്ള ക്ലീനാക്കിട്ട് ബേക്കണായതപ്പോ അതും വേളാസയായിട്ട് കട. വേളാസരണ്ടൊരു നല്ല നാളെന്തുമല്ല, വെള്ളിയാസര പോലത്തെ നല്ല നാളല്ല. വേളാസരന്റെ താടിയും മുടിയെടുത്തിട്ട് പ്രത്യേകമായിട്ട് എക്സ്ട്രാ ഒരു ഇബാദത്തും ഇല്ല. പിന്നെന്തുകളാ ഇതെല്ലാം വേളാസാക്കണത് വെള്ളിയാസല്ലാക്കണായത് അല്ല മനുഷ്യ. വെള്ളിയാസരണ്ട് ഉകുറെടുക്കുന്നതും താടിയെടുക്കുന്നതും മുടിയെടുക്കുന്നതും പണിയല്ല. ഒരു നാള് മുന്നോള് റെഡിയാവണോ ഒന്നു കേക്കട്ടാ. നാളെ കളി തിങ്കളാസരണ്ട് അല്ലെങ്കിൽ നാളെ കളി ചൊവ്വാസരണ്ട് പെരുന്നാള് കാലിമാറ് ഡിക്ലർ ആക്കിയെങ്ക നീ പെരുന്നാളിടണ്ട മുടിയെടുക്കണത്, പെരുന്നാളിടണ്ട താടിയും അതേപോലെ ഉകുറുമലെടുത്ത് ക്ലീൻ ആവണത് ഒത്തരാക്കണത്, പെരുന്നാളിടണ്ട നീ റെഡിയാവണത് അല്ലല്ലേ. മുന്നുള്ള അതിക്ക് വേണ എല്ലാ വ്യവസ്ഥയും ആഹാരത്തെ വ്യവസ്ഥ, വസ്ത്രത്തെ വ്യവസ്ഥ, തടിയെല്ലാം ശുദ്ധിയാക്കണ വ്യവസ്ഥ പെരുന്നാളുടെ കാണ ഒരു നാള് മുന്നുള്ള റെഡിയാക്കി ബീക്കട. പെരുന്നാളുടെ തക്ബീറുടെ ധ്വനി കേട്ടപ്പോ റെഡിയാക്കി വെച്ച ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ചന്തത്തില് പടച്ച തമ്പുരാന്റെ പള്ളിക്ക് പെരുന്നാളുക്ക് പോണ്ടേ. അതേപോലെ മനുഷ്യരെ വെള്ളിയാസക്ക് റെഡി അവിടെ ഒരു നാള് മുന്നുള്ള വേളാസ. അതുകൊണ്ട് നിങ്ങള് ബേസറാളും മാറി ഹിരിയാളും മാറി ബേളാസരണ്ടല്ല ബ്ലേഡെല്ലാം എടുത്തിട്ടല്ല താടിയെല്ലാം ക്ലീൻ ആക്കിയിട്ട് മുടിയെല്ലാം കട്ടാക്കിയിട്ട് മീസെല്ലാം കട്ടാക്കിയിട്ട് താടിയെല്ലാം ഒപ്പാട്ടിട്ട് എല്ലാം വൃത്തിയാക്കിയിട്ട് ശുദ്ധിയാക്കിയിട്ട് തയ്യാറായോണ്ടിന്നറ വെള്ളിയാസരണ്ട് സ്വഭയായപ്പോ 7 ഗണ്ടക്കും 8 ഗണ്ടക്കും 8 ഗണ്ടക്കും മുന്നളെ അല്ലാഹുടെ പള്ളി കൗത്ര നടന്നു പോയോണ്ടിന്നറ പോയിട്ടൽ കഅബൂദ് വറ ചമ്മലുഹാ നിസ്കരിക്കുവറ തഹിയത്ത് നിസ്കരിക്കുവറ ഖുർആൻ ഓതുവറ ദിക്ർ ചൊല്ലുവറ തസ്ബീഹ് ചൊല്ലുവറ ചമ്മനേറ ദുആരക്ക് വറ അങ്ങനെ ദുആവും നിസ്കാരതെല്ലാം കഴിഞ്ഞൽ പിന്നെ സാധാരണ ളുഹർ ബാങ്ക് ആവലോടെ മുസ്അബ് മടക്കി വെച്ചിട്ട് പിന്നെ സുന്നത്ത് നിസ്കരിക്കുവറ. അതിൽ പിന്നെ തെല്ല നേരെ ഇമാം ഖതീബ് അതേപോലെ മിമ്പർക്ക് 10 സമയം പിന്നെയും ദുആരക്ക് വറ.
അങ്ങനെ കാത്തു വെച്ചിട്ട് മുന്നുള്ള നിങ്ങളെ ചെറുപ്പകാലത്ത് പടച്ച തമ്പുരാന്റെ പള്ളിയുടെ പരിസരത്തിൽ നിങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ തേരുടേപ്പ് ഓടിയതുപോലെ ചെറിയ ശബ്ദം കേട്ടോണ്ടിണ്ട്. അവിടെ നിങ്ങളെ വയസ്സായ ആളുമാർ ഖുർആൻ ഓതിയോണ്ടിന്ന സൂറത്തുൽ കഹ്ഫ് ഓതിയോണ്ടിന്ന ഒരു ആ ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടിണ്ട്. മനുഷ്യ ഇണ്ടത്തെ അവസ്ഥമാ അങ്ങനെ ജുമാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഖതീബ് ഉസ്താദ് രണ്ടാമത്തെ ദുആ ഫാത്തിഹ വിളിച്ചിട്ട് അതിൽ പിന്നെ 5 നിമിഷമാ 10 നിമിഷമാ എന്തെങ്കിലും ഉപദേശം. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാനാളെ റക്അത്ത് നിസ്കരിച്ചിട്ടായിട്ട് പിന്നെ ഔത്തുക പണ്ടത് രണ്ട് ഉണ്ടെടുത്തിൽ റാഹത്തിൽ കിടന്നോണ്ടിന്ന് ആ രൂപത്തിൽ ഒരു കാല ഇന്ത് മുസ്ലിമേ ഇണ്ട്. നിങ്ങളെ അവസ്ഥ നോക്കുവളാ, രോഗയില്ല, നമ്പളയില്ല, എന്തും സീക്ക് സങ്കടയില്ല, തിന്നുക പൈക്കടെ ബിസയില്ല, വേറെ റോഡിൽ തിന്നട വ്യവസ്ഥ ഉണ്ടോ, ഇടക്ക് വേണായ എത്ര ഡ്രസ്സിന്റെ വ്യവസ്ഥ ഉണ്ടോ, ദൈക്കട ഔത്ര വ്യവസ്ഥ ഉണ്ടോ, നടക്കുക അകത്തില്ലാണ്ട് ഔത്ര പിത്തിൽ മുട്ടത്തിൽ ഇന്നേണ്ട് കണ്ടെങ്കിൽ നടക്കാണ്ട് പോണ്ട വാഹനത്തെ വ്യവസ്ഥ ഉണ്ട്. ഇതെല്ലാം ഇന്നിട്ടാ ആധുനിക മുസൽമാനായ നാനും നീനും പടച്ചിറപ്പട പള്ളിക്ക് പോണ്ട സമയമാ. ഉസ്താദ് പള്ളിയുടെ ഓപ്പൺ ആക്കണമേ 12 ഗണ്ടക, പള്ളിയുടെ വെള്ളിയാസണ്ട് സുബഹിക്ക് തുറക്കണമേ, ഡോർ എടുക്കണമേ 12 ഗണ്ടക. അതിനെ കാണും ഒന്നുള്ള ഡോർ ഓപ്പൺ ആക്കി വെച്ച നായി പള്ളിയുടെ ഉൾക്കത്തേക്ക് പറയും, മനുഷ്യന്മാർ പിള്ളയുടെ ഉൾക്കത്തേക്ക് പറ 12 ഗണ്ടിൽ പിന്നെ ചെറിയ വയസ്സന്മാർ കൊറിയാളുമാർ എണിക്കൂ തീരാത്തങ്ങ നടനമ്പലത്തെങ്ങ കാളുനമ്പലത്തെങ്ങ മല്ലേ പള്ളിക്ക് മറക്കു തുടങ്ങിയാറ്. അങ്ങനെ വയസ്സായ ആളുമാരല്ല പള്ളിക്ക് എത്തിയിൽ പിന്നെയും തെല്ല് നെഹറായപ്പോ ചങ്ങായി സഖറിയ ദാരിമി അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പോ പള്ളിയുടെ ഉൾഗത്തേക്ക് അങ്ങനെ വയസ്സങ്ങളിലെ പള്ളിക്ക് എത്തിയാൽ പിന്നെ ഒരു 12.5 ഗണ്ട ആമ്പത്തുകായിട്ട് ഓർന്നോ പാലക്കാറ എവിടമോ പാറിയോണ്ട് വന്നതുപോലെ പള്ളിയുടെ ഉൾഗത്തേക്ക് വന്നു നോളുടത്. യാസീനുടെ കടലാസ അല്ലെങ്കിൽ സൂറത്തുൽ കഹ്ഫിയുടെ മുസ്ഹഫ ഖുർആന അല്ലെങ്കിൽ സ്വലാത്ത് കിതാബ് അങ്ങ് കണ്ടിട്ടുമില്ല, അങ്ങ് തൊട്ടിട്ടുമില്ല, അതിന് അഗത്യവും മങ്കില്ല. ആ രൂപത്തിലായിട്ട് കിടങ്ങളെ ജീവന ശൈലി. എന്നിട്ട് പള്ളിക്ക് വന്നിട്ട് ദൈവയുടെ ഒരു അവസ്ഥ ഒന്ന് നോക്കിയോളോ. അതേപോലെ മനുഷ്യരെ ഒന്ന് കേട്ടുള്ളൊരു പാലക്കാറ പ്രത്യേകിച്ചും നിന്റെ ചെന്നോണ്ടുള്ളത് പടച്ച തമ്പുരാന്റെ പള്ളിക്ക് നീന് കാള് വെയിച്ചങ്ക നീനതൈക്കൊണായ ജാഗ ഏതെങ്കിലും മതിലുടെ സൈഡിലല്ല, ഏതെങ്കിലും പില്ലറുടെ സൈഡിലല്ല, പല അല്ലെങ്കിൽ പള്ളിയുടെ മാളികൾ പോയിട്ട് കല്ലട പോലെ ഒഴിച്ചു തൈക്കൊണായതല്ല. ബദൽക്ക് പള്ളിക്ക് നീന് ഫസ്റ്റ് എത്തിയങ്ക ഒന്നാമത്തെ സഫില് ഇമാമുടെ നേരെ പിറകെളുത്തല് ബലത്തുക വളത്തെ ഭാഗത്തുക ആയിട്ട് ദയിക്കണോ, ഇമാമുടെ നേരെ പിറകെളുത്തല് ബലത്തുക ആയിട്ട് ദയിക്കണോ. ഫസ്റ്റ് ഗതി വന്നോണോ പള്ളിക്ക് ഒന്നാമത്തെ മെമ്പറായിട്ട് അഥവാ ഒന്നാമത്തത് വന്നപ്പോ ഫസ്റ്റ് വന്നപ്പോ ദയിക്കണായ ജാഗയത്. രണ്ടാമത്തവണ് വന്നുകൊണ്ട് ഇടത്ത ഭാഗത്ത് ദയിക്കണോ, മൂന്നാമത്തവണ് വന്നെങ്കിൽ വളത്തെ ഭാഗത്ത്, പിന്നെ ഇടത്ത ഭാഗത്ത് ഇടബളച്ച ബാലൻസ് ഒരുപോലെയായിട്ട് അങ്ങനെ ലൈൻ അങ്ങനെ പൂർത്തിയായാൽ പിന്നെ ഒരു ലൈന് പൂർത്തിയായപ്പോ രണ്ടാമത്തെ ലൈന് തുടങ്ങണായത് ഇമാമുടെ നേരെ ബാക്ക് സൈഡില്. അതിൽ പിന്നെ ഇടവും വളവും വൃത്തിയായാൽ പിന്നെ മൂന്നാമത്തെ സഫ് തുടങ്ങണായത്. ഇങ്ങനെ മനുഷ്യരെ പടച്ച തമ്പുരാന്റെ പള്ളിയിൽ അതബോട് കൂടെ കൂലി കിട്ടിയ രൂപത്തിൽ നിസ്കരിക്കണായ രൂപ. അങ്ങനെ നിങ്ങളെ പാലക്കാറ അല്ലാഹുവേ പള്ളിക്ക് വന്നെങ്കിൽ കടല പെരുക്കിയത് പോലെ, പാരിവാളത്തേക്ക് ഏതെങ്കിലും ഗോതി എറിഞ്ഞു വിട്ടത് പോലെ, അവിടെയും ഇവിടെയും ആളുമാറ പാട്ടിയത് പോലെ ഒരു ലൈനുടെ ക്രമ ഇല്ല, ദൈക്കടയ്ക്ക് ഒരു രൂപ ഇല്ല. ഒട്ടാസ് എങ്ങനെ തെച്ചത് 4 ഭാഗത്തിലും മതിൽ അങ്ങനെ വൃത്തിയായത്. അപ്പുറത്തെ മതിൽ തെച്ചോണം ഇപ്പുറത്തേക്ക് കാളിട്ടാ, ഇപ്പുറത്തിലും മതിൽ തെച്ചോണം അപ്പുറത്തെ സൈഡിക്ക് കാള് കിട്ടാ. ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു ദൈക്കട സമ്പ്രദായമേ ഇല്ല. ഒന്നു ഇടല ചെല്ലട്ടാ പടച്ച തമ്പുരാന്റെ പള്ളിയിലായെങ്കും അല്ലാത്ത ജാഗലായെങ്കും നീ ദൈക്കട സന്ദർഭത്തില് ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു ദൈക്കുക സുന്നത്ത് മുസ്ലിമേ, അത് ഇബാദത്ത് മുസ്ലിമേ. നിന്റെ സീറ്റ് ഔട്ട് തേച്ചിട്ട് ചായ കൂടി കിടങ്ങും, ഔത്ര ഉൾഗത്തിൽ ബെരുത്തേക്ക് സോഫത്തിൽ തീ കിടക്കും, ഖിബ്ലയുടെ ഭാഗത്തേക്ക് മുഖയിട്ട് തീക്കുക പ്രത്യേക കൂലി കിട്ടുന്നത്. പള്ളിയിൽ പിന്നെയും ഞാറ കൂലി കിട്ടുന്നത്. ഖിബ്ലയുടെ ഭാഗത്തേക്ക് എത്രത്തോളം പവിത്രത ഉണ്ടോ ആയെങ്കും പള്ളിക്ക് വന്നിട്ട് ദൈക്കട സന്ദർഭത്തിൽ ഖിബ്ലയുടെ നോക്കട ക്രമമേ ഇല്ല. ഒട്ടാസ് ഇങ്ങനെ തെച്ചത്ത് അങ്ങനെ 4 സൈഡിൽ മതിൽ ഇങ്ങനെ വൃത്തിയായിട്ടുണ്ട് കണ്ടെങ്കിൽ എതിരിൽ ജാഗ എങ്ങനെ ബാക്കി. ഇതെന്തേ ഗാലറിൽ തെച്ചിട്ട് ഫുട്ബോൾ ടൂർണമെന്റ് ഫുട്ബോൾ കളിക്കുക നോക്കുക തെച്ചതുപോലെ റൗണ്ട് തേക്കിട് എന്തെങ്കിലും ഇങ്ങനെ തേക്കിടുണ്ട് തരിക അല്ലേ. നടുല ആള് കാലി
പിന്നെ വൃത്തിയാക്കണെന്തേ ഞങ്ങളുടെ റൈത്തിൽ ഈ സ്വാതന്ത്ര്യോത്സവാക്കിന്റെ സന്ദർഭത്തിൽ പിന്നെ ഈ എന്തിരെ അതൊക്കെ ചെല്ലേ അശോക സ്തംഭം. ആ അശോക സ്തംഭത്തിൽ 4 സൈഡിൽ 4 സിംഹത്തെ പക്കമുണ്ട്. അങ്ങനെ പള്ളിയിൽ പില്ലറൊന്നും ബാക്കിയുണ്ട് കണ്ണ് അപ്പുറത്തെ സൈഡ് കൊടുത്താൽ ഇപ്പുറത്തെ സൈഡ് 4 അതിൽ പിന്നെ അശോക സ്തംഭം പോലെ അതിനും വൃത്തിയാക്കിയ ഇത് പില്ലർ ബൂൾഡേക്കാണോ അതൊക്കെ മുതു കൊടുക്കട മാല ഓണ് ബൂൾഡേക്ക് പില്ലർക്ക് മുതു കൊടുത്തിട്ട് മടുകൊന്നില്ല എന്തൊക്കെ 4 ആള് സേരിട്ട് മുതു കൊടുത്തിട്ടിക്കടാ പില്ലർ. ഈ ടൈപ്പിൽ പള്ളിയിൽ തേക്കട അവസ്ഥ. ഭയശ്രവണോ അവണ് ലൈനിൽ തെച്ചിട്ടിക്കട അയാൾക്ക് ചായ ഉപജാകെ വേണ്ട. അയാൾ പണ്ടേ പള്ളിയിൽ തെച്ചിന് ആദത്തുള്ള ഓണ് പുതിയ ഇസ്ലാമോണ് ഇടയ്ക്ക് പണ്ടേ ഓണ് പിന്നെ ചായാണ്ട് തീക്കുകാവില്ല. വയസ്സരങ്ങ എപ്പം പള്ളിക്ക് പണ്ടങ്ങ് പണ്ടിൽ പിന്നെ പള്ളി പുറകു തുടങ്ങി അങ്ങ് ചായണോ ചെന്നിട്ടില്ല ഏത് സപ്പിളും തീക്കുക അവിടക്ക് അവനക്ക് ആദത്തുണ്ട് പള്ളിക്ക് പോയിട്ട്. ഓണ് പുതിയ ഇസ്ലാം അല്ലേ ഓണക്ക് ചായ ആദത്ത് വേണ്ടി എപ്പം കുറുക്ക പോണ്ടേ തപ്പിയങ്ങ് വാർത്ത കുറുക്ക അതുക്കും പോവാത്ത ഒരു കൂട്ടുകൊണ്ടു വാർത്ത കുറുക്കും പോതെ പിന്നെ രണ്ട് പെരുന്നാൾക്ക് മാത്രം പോണ്ടേ. അതെന്തൊക്കെ പള്ളിക്ക് നിസ്കരിക്കുക പോണ്ടല്ലോ ഓന്റെ പാൻറ്റും ഷർട്ടും മൂക്കും മിസ്സിന്റെ ചീത്ത പിടിച്ചത് ഇരിഞ്ഞതുപോലെ മീസരെ കാട്ടക്കും ചാർലി ചാപ്ലിന്റെ താടി മീസ കാട്ടൊക്കെ ഇതിക്ക് പേനായിട്ടായിട്ട് കിട്ടണം പെരുന്നാൾ കഴിഞ്ഞും പോകണ്ട അങ്ങനത്തെ പരിയുണ്ട് കുറെ റായത്തിൽ. പള്ളി വേണ്ട പേര് മാത്രം മുസ്ലിം ഇക്കട്ടതും വേണ്ട ആവശ്യമല്ല ചൊല്ല പോകണ്ട ടൈമില്ലല്ലേ. അപ്പോ പടച്ച തമ്പുരാന്റെ പള്ളിയിലെ സഫലൈനാക്കണോ പണ്ട് നെക്സ്റ്റ് ബെല്യാസ് കഴിഞ്ഞ വേളാസ് ബെല്യാസിന്റെ ബിസൈബുടറും നെക്സ്റ്റ് ബെല്യാസ് രണ്ട് പെർലാപുജലിന്റെ പള്ളിയിൽ ആച്ച് നിങ്ങളെ റായത്തെ പാലക്കാർ അങ്ങനെ ദൈക്കുറിച്ച് പേരിക്കോ പേരിച്ചോണ്ടനാണ്. അതല്ലാണ്ട് ജുമാനിസ്കാരത്തെ കുറെ പാലക്കാർ പണ്ടറി എപ്പ പണ്ടത് കതുകാമതി സ്വലാത്ത് ചിലരുടെ കാണത്തിൽ മുന്നോട് ഓടിയം പണ്ടറി പണ്ട് ലാസ്റ്റ് എത്രോട് വന്നിട്ട് മീമ്പറോട് വന്നിട്ട് എത്ര ലാസ്റ്റ് വേണ്ടവണു വന്നിട്ട് എല്ലാരെ ചവിട്ടും മുതും പെരടിയും എല്ലാം ചവിട്ടി വന്നിട്ട് എങ്ങനെ വന്നിട്ട് മെമ്പറോണക്ക് എത്ര വലിയ സ്വാലിഹായ മനുഷ്യമാണ്. അങ്ങനെ ഒന്നാമസ പോണുക വേണം നല്ല ബിസയ അവിടെ വന്നിട്ട് ശൈത്താൻ തേക്കടേക്ക് വേണം ടൗണ് വന്നിട്ട് തേക്കട്ടലപ്പ കണക്ക് പോലെ എങ്ങനെ ചെന്നെങ്കിൽ പിന്നെ വന്നവണ് എതിർക്ക് പോക്ക് ചാൻസ് കൊടുക്കുകയില്ല. എവിടെ പോകണ്ട അവിടെ ജാഗയില്ലാണ്ട് ചിലരുടെ പോലത്തെ പരിസ്ഥിതി പറഞ്ഞു അല്ലേ. നിങ്ങളെ റായത്തെ പള്ളിയിൽ അങ്ങനെയല്ല എതിരില്ല കാലി ബാക്കട സപ്പു ഭർത്തിയായിട്ടിക്കട് പിന്നെന്തരക്കടെ എതിർ സപ്പുക അങ്ങനെ പോണ്ട് തുള്ളിയോണ്ട് പോണ്ട് നിസ്കാര കഴിഞ്ഞിത്ത പിന്നെ എട്ടിപ്പാറിയത് പോലെ ഓരോന്ന് ഏടേട്ട ഇങ്ങനെ പിസ്കിട്ട് തെരിക്കെടുത്ത് ചന്ത നോക്കോട്ട് ഓരോന്നോ എവിടെ ഓടിട്ട് അവണക്കും കൊത്തില്ല നോക്കൂടണു കൊത്തില്ല അങ്ങനത്തെ കുറെ കൂട്ട പള്ളിക്ക് വേണ്ട ഒരു നിസ്കരിച്ചിട്ട് ഖുർആൻ ഓദ്ര നിസ്കരിച്ചിരുന്നു ദ്വാരക്കുമ്പത്ത് ആമീൻ ചെല്ലുടെ എത്ര പുരുസത്തു ഇപ്പോഴത്തെ പാലക്കാർക്കല്ല ബേജാറാക്കിരണ്ട നിങ്ങളെ ചെല്ലുണ്ട് വിചാരിച്ചിരണ്ട എന്നൊക്കെ നിങ്ങളെ റായത്തെ വിസൊന്നും തെരിയല്ലേ. പിന്നെ ഗ്രാമീണ പ്രദേശത്ത് ആ മാനവും മര്യാദയും എല്ലാം ഇക്കട് പള്ളിയിൽ കണ്ടില്ല നല്ല ഒരു സദസ്സ് ധാരാളം പാലക്കാറുള്ളത് കുറെ റായത്തിൽ പാലക്കാരെ കാണുക കിട്ടില്ല ബേസരങ്ങ മാത്രം ഇക്കട് അല്ല മക്ക മാത്രം ഇക്കട് അൽഹംദുലില്ലാഹ് അള്ളാഹു ഞങ്ങളെ പാലക്കാർക്ക് ആഫിയത്തും ഹിമ്മത്തും ഖുവ്വത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പോ പള്ളിക്കാരെ പോലെ ബാങ്ക് കൊടുക്കൂട അവിടത്തോളം അഥവാ രണ്ടാമത്തെ ഇഖാമത്ത് കൊടുക്കൂട അവിടത്തോളം രണ്ടാമത്തെ ബാങ്ക് കഴിഞ്ഞാൽ പിന്നെയല്ലേ ഖുതുബത്തുക പത്തിറത് ഖുതുബത്തുക പത്തിര രണ്ട് ഖുതുബവും കഴിഞ്ഞാൽ പിന്നെ ഇഖാമത്ത് കൊടുക്കൂട സന്ദർഭത്തുക പള്ളിക്ക് ഡ്രവണുള്ള ലാസ്റ്റ് പള്ളിക്ക് വന്നവണ് ആറേണ്ട് നിക്ക് തെരിയണ സലാം വീട്ടെ പുറത്തേക്ക് പള്ളിയുടെ പുറത്തൊന്നും നിണ്ട് നോക്കി എങ്ങ ഈ ഫസ്റ്റ് 6 ഓർഡറാ അവണ് ലാസ്റ്റ് വന്നവണോ അല്ലേ ഫസ്റ്റ് 6 ഓർഡറാ അവണ് ലാസ്റ്റ് അതற்கான തെല്ല് മുന്നോട്ട് വന്നവണം തെല്ല് നേരായിട്ട് പോകണം പിന്നെയും തെല്ല് മുന്നോട്ട് വന്നവണം പിന്നെയും തെല്ല് ലേറ്റായിട്ട് പോകണ്ട കുത്തുബ തുടങ്ങടക്കാണ് മുന്നോട്ട് വന്നവണോ ഒരു ദുആ കഴിഞ്ഞാൽ പിന്നെ പോണ്ട കുത്തുബ തുടങ്ങടക്കാണ് മുന്നോട്ട് വന്നത് അൽകാഫു യാസീനുള്ള ഒരു ദ്വാരെന്നവണോ അവന് രണ്ടാമത്തെ ദുആ കഴിഞ്ഞിട്ട് ഉസ്താദ് വാലും കഴിഞ്ഞിട്ട് പോണ്ട അങ്ങനെ വേഗം വന്നവണ് ലാസ്റ്റ് പോണ്ട അവന് അർജന്റിക്കട അവന എവിടെയും അതേപോലെ അത് പഞ്ചായത്ത് ഓഫീസിലേക്ക് പോണ്ടെങ്കും പ്രായത്തിൽ സീറണി കൊടുക്കടെങ്കും ഹോസ്പിറ്റലിലേക്ക് പോണ്ടെങ്കിൽ എവിടെ അവന് ക്യൂ നിൽക്കും നമുക്ക് സൗകര്യമില്ല എങ്ങനെ ലഞ്ച കൊടുത്തിട്ട് ആരെങ്കിലും ഇംപ്ലൻസ് ആക്കിയിട്ട് എങ്ങനെ ആക്കിയിട്ട് ഫസ്റ്റ് പോയിട്ട് വേണ്ടായിരുന്നു ഡോക്ടറെ മുട്ട അങ്ങനെ 300 ആളോടെ പുറത്ത് കാത്തോണ്ടുണ്ട് അവന് വന്ന ഡോക്ടറെ കണ്ട സീതാ പോയി അവനക്ക് ഇംപ്ലൻസ് കാലുണ്ട് അങ്ങനെ ആയിട്ട് പള്ളിക്ക് വേണ്ടി ലാസ്റ്റ് വന്നു ലാസ്റ്റിക്ക് പോണ്ടേ വന്നവർക്ക് അക്കൂട്ടത്തിൽ നിങ്ങൾ പെട്രോക്ക് തീറ അത് വലിയ ഡേഞ്ചർ. അത് പടച്ചറബട പള്ളിയിൽ സൂറത്തുൽ കഹ്ഫ് ഓതുല പടച്ചവന്റെ പള്ളിയിൽ യാസീൻ ഓതുല പ്രത്യേകിച്ചും ദുആരക്ക് മോണേ നിക്ക് ഔത്തുൽ നിസ്കരിക്കുക തീരാത്തത് കല്ല പടച്ചറബട പള്ളിക്ക് പോകു ചെന്നത്
ളുഹർ നിസ്കാരത്തെ നാളെ ക്യാൻസൽ ആക്കിയിട്ട് കട്ടാക്കിയിട്ടല്ല, ളുഹർ നിസ്കാരത്തെ നാളെ റക്അത്തയും ക്യാൻസൽ ആക്കിയിട്ട് അല്ലാഹു ജുമുഅ നിസ്കാരത്തിന്റെ കേവല 2 റക്അത്ത് പടച്ച തമ്പുരാനെ ഫറലാക്കിയ അതിനെ കാണുമെന്നുള്ള ഖുതുബത്തെയും പടച്ച റബ്ബ് ഫറലാക്കിയ ഖുതുബത്തെ കാണുമെന്നുള്ള അല്ലാഹുവിന്റെ ഹബീബ് കുറെ സത്കർമ്മത്തെ സുന്നത്താക്കിയ എന്ത് കണ്ട് തിരിയണ നിന്റെ റായത്തെ പള്ളിയുടെ പരിസരത്ത് കുറെ ആളും മാറ് കാണാത്ത ആളും മാറ് കിടന്നിട്ടുള്ളത് മുന്നോള് കണ്ട ആളും മാറും മുന്നോള് ഓർക്കും കാണാത്ത ആളും മാറ് പഴയ പള്ളിയുടെ പരിസരത്ത് ആയിരക്കണക്കിന് വർഷத்துக்கு മുന്നോള് കിടന്നോണ്ടുള്ള ആളും മാറ് നിക്ക് ജന്മ തന്നെ ഉമ്മയ്ക്കുള്ള ആ പള്ളിയുടെ പരിസരത്തില് ജന്മ തന്നെ ബാപ്പ ഉമ്മ പരിസരത്തിലേക്കോ നിന്റെ ഇളങ്ങ മൂത്തങ്ങ പരിസരത്തിലേക്ക് വറ നിന്റെ മക്കവും ആ പരിസരത്തിൽ ഖബർസ്ഥാനത്തിൽ കിടന്നിട്ടേക്ക് വറ നിന്റെ ഒരേപോലെ പെഞ്ഞൈമാറും പള്ളിയുടെ പരിസരത്ത് കിടന്നങ്ങ ഉള്ളറ നിന്റെ ചങ്ങായിമാർ നിന്റെ ബിസിനസ് പാർട്ട്ണർ അതുപോലത്തെ നിന്റെ ഒട്ടിക്ക് ഇന്നാളും മാറ് നിന്റെ ഒട്ടിക്ക് കുഞ്ചും കാളും സേർപ്പാടിന്റെ പള്ളികളിൽ ഒട്ടിക്ക് നിസ്കരിച്ചങ്ങ നിന്റെ ഒട്ടിക്ക് ഇതുപോലത്തെ ഇൽമട മജ്ലിസിൽ ഒട്ടിക്ക് വന്നത് ചെങ്ങ കുറെ സഭ സമാരംഭത്തിൽ നിന്റെ ഒട്ടിക്ക് വന്നെങ്ങ നിന്റെ ഉത്തര മങ്ങിലത്തുക്കും താഴ്വത്തുക്കും കഷ്ടത്തുക്കും സുഖത്തുക്കും വന്നെങ്ങ നിന്റെ ഉത്തര ആളുമാറ മയ്യത്ത് കട്ടിലേക്ക് കൈ കൊടുത്ത ആളുമാറ് അങ്ങനെ ചുമ്മ ആളുമാറ പള്ളിയുടെ പരിസരത്ത് കിടന്നിട്ടുള്ള മുസ്ലിമേ അങ്ക് ആറും ഇല്ലളോ അങ്ക് കുസാല പളക്ക പറയൂ തമാശ പളക്ക പറയൂ ചിരിക്കും ടൈം പാസും ആളുമില്ലളാ അങ്ക് എന്തെങ്കിലും കൊടുക്കും അങ്ങടെ സമാധാനാക്കുക ആളില്ലളാ അങ്ങവിടെ സിംഗിളായിട്ട് ഒറ്റക്ക് കിടന്നോണ്ടുള്ള നനപ്പ് വഹിച്ച മുസ്ലിമേ നീന് നിന്റെ ഉമ്മടെ ഗർഭകോശത്തിലേക്കിട സന്ദർഭത്തിലും നീ സിംഗിളല്ല, നീ ഉമ്മടെ വിട്ടുക ഇന്ന് അതേപോലെ ഉമ്മടെ ഗർഭകോശത്തെ പുറത്ത് വന്നൽ പിന്നെ നീ ബാപ്പടെ വിട്ടുക ഇളങ്ങ മൂത്തങ്ങളെ വിട്ടുക സേരിയ അതിൽ പിന്നെ സ്കൂൾ മദ്രസത്തുകളെ പോണ്ട സന്ദർഭത്തിൽ ചുമ്മ വിശാലമായിട്ട് നിന്റെ സമ്പർക്ക ചുമ്മ ആൾമാറ വിട്ടുക സേരിയ മങ്ങിലായിൽ പിന്നെയും വ്യാപകമായിട്ട് നിന്റെ കുടുംബവും നിന്റെ സംബന്ധവും നിന്റെ സമ്പർക്കവും നിന്റെ പെഞ്ഞയും മക്കളെ ചെന്നിട്ട് നിക്ക് സമ്പർക്കത്തിൽ ആളെ ആരെയുമായോണ്ട് പോയത് നീ വലിയ അവിടെ സന്ദർഭത്തിൽ നീ ചെമ്മ കൂട്ടത്തെ വിട്ടിക്ക് സേറിയോണ്ട് പോയ മനുഷ്യ നീ വയസ്സായിട്ട് മൂലക്ക് പൂളിന്റെ സന്ദർഭത്തിൽ നീ സിംഗിളല്ലടാ നിന്റെ ഒട്ടിക്ക് ആളി കിടറ നീനും ആള് മാറ ഒട്ടിക എന്തൊക്കെ സീരിയസ് ആയിട്ട് മരണവേദന അനുഭവിക്കട സന്ദർഭത്തിൽ നിന്റെ ഒട്ടിക്ക് ബായിക്ക് തന്നെ വീത്തുക ആളിക്ക് വറ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററില ICUല കിടപ്പാട്ടി വെച്ചിട്ട് ഇന്നെങ്കും നിന്റെ ഒട്ടിക്ക് നഴ്സുമാറാ ഡോക്ടർമാറാ ആരെങ്കും മിക്കടറ അപ്പോഴും നീ സിംഗിളല്ല മോനെ അകസ്മാത്ത് നീ മരിച്ചങ്കാ അപ്പോഴും നീ പുറത്തല്ലടാ നിന്റെ തലയുടെ ഭാഗത്ത് യാസീൻ ഓദ്രങ്ങൈക്കിടറ് ഖുർആൻ ഓദ്രങ്ങൈക്കിടറ് നിന്റെ മയ്യത്ത് കുളിപ്പാട്ടുമ്പത്തും നിന്റെ ഒട്ടിക്ക് ആളിക്കിടറ് നിന്റെ കഫനാക്കുമ്പത്തും നീ സിംഗിളല്ല ആളിക്കിടറ് നിന്റെ മയ്യത്ത് കുമ്പോമ്പത്തും നിന്റെ ഒട്ടിക്ക് ആളിക്കിടറ് മയ്യത്തിന് ഉപയോഗിച്ചിട്ട് നിസ്കരിക്കുമ്പട്ടും നിന്റെ ഒട്ടിക്ക് ആളിക്കിടറ് ഖബർസ്ഥാനത്തിൽ ദഫനാക്കുമ്പത്തും ഖബറുടെ ഉൾഗത്തുക്ക് നിന്റെ കിടപ്പാട്ട് വെച്ചിട്ട് മൂട് കല്ല് വെച്ചിട്ട് മണ്ണിടുമ്പത്തും നിന്റെ ആളിക്ക് ഒട്ടിക്ക് ആളിക്കിടറ് മീസാന് കല്ല് വെയ്ക്കുമ്പത്തും നിന്റെ ഒട്ടിക്ക് ആളിക്കിടറ് തൽഖീന് ഓതുമ്പത്തും നിന്റെ ഒട്ടിക്ക് ആളിക്കിടറ് ഇന്നൊരു കാലം വന്നപ്പോ പുനർജന്മായിട്ട് നീ മഷറത്ത് യാത്രയാക്കട സന്ദർഭത്തിലും നിന്റെ ഒട്ടിക്ക് ആളിക്കിടറ് അതേപോലെ മഷറയിൽ നിന്റെ മഷറത്തേക്ക് പോയിട്ടോടെ മഷറത്തിൽ ഇക്കുമ്പത്തും ആളിക്കിടറ് അകസ്മാത്ത് നീ നരകത്തേക്ക് പോണ്ടെങ്കും നിന്റെ ഒട്ടിക്ക് നരകത്തേക്ക് ആളിക്കിടറ് നരകത്തിലും നീ സിംഗിളല്ല നീ സ്വർഗത്തേക്ക് പോണ്ടെങ്കും സ്വർഗത്തിലും നിന്റെ ഒട്ടിക്ക് ആളിക്കിടറ് അപ്പോഴും നീ സിംഗിളല്ല മുസ്ലിമേ എല്ലാ ജാഗിലും നിന്റെ ഒട്ടിക്ക് ആളിക്കിടറ് ഒട്ടിക്ക് ആളില്ലാണ്ട് ഏകാന്തമായി സിംഗിൾ ആയിട്ട് കിടക്കട ജാഗ ഒന്നേ ഉള്ളത് മീസാന് കല്ലും കുത്തിവെച്ചിട്ട് തൽഖീനും ചൊന്തന്നൽ പിന്നെ എല്ലാരും വിട്ടുപോയെങ്ക ഖിയാമന്നാളത്തോളം നിന്റെ ഒട്ടിക്ക് ആളില്ലടാ അപ്പുറത്തും ഇപ്പുറത്തും ആളിന്തെങ്കിലും നിങ്ങൾക്കും ഒരു സമ്പർക്കവും ഇല്ല ഒരു സംബന്ധവും ഇല്ല സിംഗിളായിട്ട് കിടക്കണം അപ്പ പടച്ച റബ്ബേ ഇബാദത്ത് നല്ലവണാവുക നിന്റെ കൊണ്ട് സാധ്യയില്ല ഖബറിൽ കിടന്നിട്ട് നിസ്കരിക്കുകയില്ല ഖുർആൻ ഓതില്ല ദിക്ർ തസ്ബീഹ് ചൊല്ലുകില്ല ദാനധർമ്മ കൊടുക്കുകയില്ല എന്തും ഇബാദത്ത് നല്ലവണാവാണ്ട് ചൊല്ലുകൂടെ ചാൻസും ഇല്ല മനുഷ്യ ബദലുക നീ
നീ രക്ഷപ്പെടുകയുള്ള ഒരു ചാൻസ് ഉള്ളത്. നീ മരിച്ചൽ പിന്നെ നിക്ക് ദ്വാരക്കട ഒരു കൂട്ടത്തെ നീ ഉണ്ടാക്കി പോയിടുങ്ക. നീ മരിച്ചൽ പിന്നെ നിക്ക് ദ്വാരക്കട പോലത്തൊരു കൂട്ടത്തെ നീ ഉണ്ടാക്കി പോയിട്ടുണ്ടെങ്കിൽ നിന്നെ നീ ചിലപ്പോ നരകത്തിൽ നിന്നിട്ട് സമയത്ത് നീ രക്ഷപ്പെട്ട ചാൻസ് ഉണ്ട് മുസ്ലിമേ. നീ എത്ര വലിയ പാവിയായി എടുത്തിട്ട് കണ്ടെങ്കിലും പടച്ച റബ്ബ് നിന്റെ തൗബത്തെ സ്വീകരിക്കണ ചാൻസ് ഉണ്ട് മുസ്ലിമേ. അല്ലാഹു നിന്റെ രക്ഷപ്പെടുത്തുന്ന ചാൻസ് ഉണ്ട് മുസ്ലിമേ. പോണ്ട് തരിയണ നിന്റെ മക്കള് സ്വാലിഹീങ്ങളായിട്ട് നിക്ക് ദ്വാരം നോണ്ടിന്നെങ്കിൽ, നിന്റെ മക്ക നിക്ക് ഖുർആൻ ഓതിട്ട് ഹദിയാക്കിയോണ്ടിന്നെങ്കിൽ, നിന്റെ മക്ക നിന്റെ പേരിൽ സ്വതക്ക കൊടുത്തോണ്ടിന്നെങ്കിൽ, നിന്റെ മക്ക നിന്റെ നനപ്പാക്കിയോണ്ടിന്നെങ്കിൽ, സ്വാലിഹീങ്ങളായ മക്കള് നിന്റെ മക്ക നിസ്കരിച്ചോണ്ടിന്നെങ്കിൽ, ജമാഅത്തും ജുമാഅത്തും പോയോണ്ടിന്നെങ്കിൽ, ആ സന്ദർഭത്തിൽ നിന്റെ നീനതാ നാളെ ആഖിറത്തിൽ എന്തെങ്കിലും ദുനിയാവുലാക്കിയ തപ്പ് വ്യത്യാസത്തെ നിന്റെ മക്കളെ ദുആത്തെയും സത്കർമ്മത്തെ കാരണത്തിൽ പടച്ച തമ്പുരാന് പൊരുത്തപ്പെട്ടിട്ട് നിന്റെ സാലിഹ്യങ്ങളിൽ അല്ലാഹു സേർപ്പാട്ട ചാൻസിക്കും മുസ്ലിമേ. ഒന്നു കേക്കട്ടതിൽ ബേജാറാക്കി രണ്ട അക്കസ്മാത്ത് നാളെ നിന്നെ മരിച്ചേണ്ട് പേരിച്ചു. അല്ലാഹു നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നാളെ മരിച്ചേണ്ട് പേരിച്ചു നിക്ക് ജണ്ട മൂന്നാ നാളാ ഒന്നാ ആണാ പെണ്ണ മക്കൾ അല്ലാഹു തആല തന്നറ. നീന മരിച്ചെങ്കിൽ നിന്റെ മക്ക നിക്ക് നാളെ ദുആരെ കുറിച്ചുള്ള ധൈര്യം നിൽക്കണ്ട. നിന്റെ മക്ക നിന്റെ മേളിൽ മയ്യത്തെ നിസ്കരിക്കുറിച്ചുള്ള ധൈര്യം നിൽക്കണ്ട. നിന്റെ മക്ക നിന്റെ മേളിൽ നിരന്തര യാസീൻ ഓതിയോണ്ടും ബില്യാസറിന്റെ ജാവുക യാസീൻ ഓതിയോണ്ടും ബില്യാസറിന്റെ സുബൈ കാണുമൊക്കെ പള്ളിയിൽ പോയിട്ട് അൽ കഹ്ഫ് ഓതിയോണ്ടും ദുആരെ കുറിച്ചുള്ള ധൈര്യം നിൽക്കണ്ട. കനിഷ്ഠ പക്ഷ നിക്ക് ബാനായിട്ട് പള്ളിയുടെ ഉൾഗത്തിൽ ഉസ്താദ് ദുആരൊക്കെ ഒന്ന് പടച്ചറബേ ഞങ്ങളെ ഉമ്മ ബാപ്പ കൂട്ടു കുടുംബത്തെങ്ങ ചൊമ്മാൾമാർ പള്ളി മരിച്ചിട്ട് പള്ളിയുടെ ഖബർസ്ഥാനത്തിൽ കിടന്നിട്ടുള്ള റബ്ബേ അങ്ക് നീന മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്ക റബ്ബേ ചെന്ന് ദുആരക്കും ആമീൻ ചൊല്ലുക. നിന്റെ മക്കളോടേക്ക് വറ ഒന്ന് ഉത്തര ചെല്ലു. നീന് അത്രയും ഒരു നല്ല സ്വഭാവം നിന്റെ മക്കളെ നീ ആക്കി പോയിടേ. ഇല്ലെങ്കിൽ നിന്റെ മക്കൾ എന്തെങ്കിലും നിബൽത്തിയേ. ഒരു ഇന്നൊരു ക്വസ്റ്റ്യൻ കേൾക്കണമെന്നാണ് ഉപ ക്വസ്റ്റ്യൻ ജാതി ഉപജാതി ചെന്നെ പോലെ ഇന്നൊരു ക്വസ്റ്റ്യൻ കേൾക്കണം നിന്റെ ഒട്ടിക്ക് എന്നാണ്. നിന്റെ മക്ക നീന മരിച്ചൽ പിന്നെ നിന്റെ മക്ക നീന മരിച്ചൽ പിന്നെ നിന്റെ ബാപ്പ അല്ലാഹു നിന്റെ ബാപ്പ ഇങ്ങത്തെ ആളായിട്ട് ഇന്ന് റബ്ബേ ചെന്ന് നെനപ്പാക്കിയിട്ട് നിന്റെ മക്ക ബെള്ളിയാസറിന്റെ ജുമാഅത്തേക്ക് പള്ളിക്ക് പോയിട്ട് അല്ലെങ്കിൽ ജമാഅത്തേക്ക് പള്ളിക്ക് പോയിട്ടാ ഇൽമുടെ മജ്ലിസിൽ വന്നിട്ട് എന്തെങ്കിലും ഹദിയ കൊടുത്തൊരു ദുആരക്കയുടെ രൂപത്തിൽ ഉള്ളറ നിന്റെ മക്ക ഉള്ളറിട്ട് കണ്ടെനിക്ക് ധൈര്യമായിട്ട് മരിക്കള. അല്ലാഹു നിന്റെ പാപത്തെ പൊറുക്കുക നിന്റെ മക്കളെ ദുആവുമായി. അത് ഉസ്താദിന്റെ ദുആത്തെ പോലെ എന്തോ അല്ല മക്കളെ ദുആ, തങ്ങളെ ദുആ പോലെയും അല്ല. മക്കളെ ദുആ അത്രക്കാണ് അപ്പുറത്തിലുണ്ട്. പാപ്പക്ക് ദുആരക്കിടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് പിസെ കേട്ടിട്ട് കുറെ ഇപ്പോൾ നിങ്ങൾ കേൾക്കടത് ഇദാ മാതൽ ഇൻസാനു ഇൻഖദ അമലുഹു ഇല്ലാ മിൻ സലാത്ത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചിട്ട് കണ്ടെങ്കിൽ മൂന്നല്ലാണ്ട് ബാക്കിയെല്ലാം വിട്ടുപോണ്ട, മൂന്നരക്കും പോണ്ട. ഒന്നോ സ്വതഖത്തുൻ ജാരിയ നിരന്തര പ്രതിഫല കിട്ട പോലത്തെ സ്വതഖ. ഈ പള്ളി കെട്ടി ബേശിറോടെ ആരോ എവിടെ ആറല്ല സഹായ സഹകാരാക്യങ്ങളുള്ളറ റായത്തെങ്ങും പറായത്തെങ്ങും ഉള്ളറ ഞങ്ങളെ പേരെഴുതി ബേച്ചിട്ടില്ല, ഞങ്ങളെ പേരുകല്ല, ഞങ്ങളെ പ്രശസ്തികല്ല, നിരന്തരങ്ങളെ പേര് നെനപ്പാക്കും ഫ്ലക്സ് ഇട്ട് ബേച്ചിട്ടൊന്നുമില്ല. ആറോ എവിടെമോ ഡ്രസ്സോ പേരോ തെരിയാത്ത ആളുമാറായിട്ടേക്ക് വരപ്പെടച്ച റബ്ബേ ഈ പള്ളി പെരലാപ്പിച്ചുള്ള റായത്തിൽ ഇക്കടെ കാലത്തോളം അവിടെ ആറ് വന്നിട്ട് ഏതികാഫ് തെച്ചെങ്കും ഖുർആൻ ഓതിയെങ്കും നിസ്കരിച്ചെങ്കും തറാവി നിസ്കരിച്ചെങ്കും അതിരെ പ്രതിഫലം കിട്ടിയോണ്ടിക്കട മുസ്ലിമേ. അങ്ങ് ഹയാത്ത് ഇന്നപ്പോ മാത്രല്ല മരിച്ചൽ പിന്നെയും മരിച്ചൽ പിന്നെ ഒരു വർഷം 2 വർഷമല്ല ഖിയാം ഒന്നാളത്തോളം അതിരെ പ്രതിഫലം കിട്ടിയോണ്ടിക്കട. അതൊക്കെ പേര് സ്വതഖത്തുൻ ജാരിയ. നിന്റെ റായത്തെ മദ്രസ ചെന്നെങ്കിൽ അങ്ങനെ നിരന്തര പ്രതിഫലം കിട്ടത് ആ മക്കൾക്ക് ഖുർആൻ ഓതുക സഹകാരാക്കിയെങ്ക അവിടെ പഠിപ്പാട്ടുകളുടെ വ്യവസ്ഥക്ക് സഹകാരാക്കിയെങ്ക പഠിപ്പാട്ട് ആൾമാർക്ക് ശമ്പളത്തുക ചോറുക ബാക്കി വ്യവസ്ഥത്തുക നീ സഹകാരാക്കിയെങ്ക ആ കാരണത്തിൽ അവിടെ പഠിക്കട മക്കത് നിന്റെ മക്കാവുന്നില്ല. ആറെ മക്കായെങ്കും തൊന്തരയില്ല. മദ്രസ അവിടെ ഇക്കട കാലത്തോളം അവിടെ ഉസ്താദുമാർ പഠിക്കട പഠിപ്പാട്ട കാലത്തോളം അവിടെ ഇന്ന കമ്മിറ്റി അതൊക്കെ സഹകാരാക്കട കാലത്തോളം അത് എത്ര 1000 വർഷം കഴിഞ്ഞെങ്കും അതിന്റെ പ്രതിഫലം നിക്ക് കിട്ടിയോണ്ടിക്കട മുസ്ലിമേ. നിരന്തരം നിക്ക് പ്രതിഫലം കിട്ടുന്ന പോലാത്ത സ്വതഖ അത് നിന്റെ ഒട്ടിക്ക് നിക്ക് പോകാൻ വേസ്റ്റ് ആവുള്ളത്. 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം 6 വർഷം 7 വർഷം 8 വർഷം 9 വർഷം 10 വർഷം 11 വർഷം 12 വർഷം 13 വർഷം 14 വർഷം 15 വർഷം 16 വർഷം 17 വർഷം 18 വർഷം 19 വർഷം 20 വർഷം 21 വർഷം 22 വർഷം 23 വർഷം 24 വർഷം 25 വർഷം 26 വർഷം 27 വർഷം 28 വർഷം 29 വർഷം 30 വർഷം 31 വർഷം 32 വർഷം 33 വർഷം 34 വർഷം 35 വർഷം 36 വർഷം 37 വർഷം 38 വർഷം 39 വർഷം 40 വർഷം 41 വർഷം 42 വർഷം 43 വർഷം 44 വർഷം 45 വർഷം 46 വർഷം 47 വർഷം 48 വർഷം 49 വർഷം 50 വർഷം 51 വർഷം 52 വർഷം 53 വർഷം 54 വർഷം 55 വർഷം 56 വർഷം 57 വർഷം 58 വർഷം 59 വർഷം 60 വർഷം 61 വർഷം 62 വർഷം 63 വർഷം 64 വർഷം 65 വർഷം 66 വർഷം 67 വർഷം 68 വർഷം 69 വർഷം 70 വർഷം 71 വർഷം 72 വർഷം
രണ്ടാമത്തേത് നീ പഠിച്ച ഇൽമ ഇത് ചിലക്ക് പ്രതിവർത്തനാണ് കേക്കട ഇൽമ ചെന്നെങ്കിൽ വലിയ വലിയ ആലിമാവണ് ചെന്നിട്ടില്ല എല്ലാരും കാലിയാറുമാർ അവണ് ചെന്നിട്ടെന്തോ ഇല്ല എല്ലാരും മുദരിസുമാറും ഖതീബുമാർ അവണ് ചെന്നിട്ടെന്തില്ല നീ പഠിച്ച ഇൽമുടെ കൊണ്ട് ഉപകാരം നിനക്ക് കിട്ടിയിട്ട് അത്രയും മൈള നീ പഠിച്ചിട്ടില്ലേ 5 വക്ത് നിസ്കാര ഫറദുണ്ട് ചെന്നിട്ട് ആ ഇൽമു നിക്കില്ല 5 വക്ത് നിസ്കാര ജമാഅത്താട് നിസ്കരിച്ചെങ്കിൽ 27 വട്ടം നിസ്കരിച്ച പ്രതിഫലം ഉണ്ട് ആ ഇൽമും നിക്കില്ല നിസ്കാര ഖലാഖു തീരാച്ചളുടെ ഇൽമു നിക്കില്ല നിസ്കാരത്തിൽ മടികാട്ടകു തീരാച്ചളുടെ ഇൽമു നിക്കില്ല ആ ഇൽമു ഇന്നിട്ടും അത് നീ ഉപയോഗാക്കിയോണ്ടുള്ളേ ആ ഇൽമു നിക്കിന്നിട്ടും നീ അത് ഉപയോഗാക്കിയോണ്ടുള്ളേ ഇല്ലാണ്ട് കണ്ടെങ്കിൽ ഖബറിൽ നീ രക്ഷപ്പെടുക സാധ്യയില്ല നീ പഠിച്ചത് കനിഷ്ഠ പക്ഷ നീ പഠിച്ചതെങ്കും ആക്കിയോണ്ടിന്നെങ്ക അതിന്റെ പ്രതിഫലം അല്ലാഹു നിക്ക് ഖബറിൽ തണ്ടാ മൂന്നാമത്തതാ വവലദുൻ സാലിഹുൻ യദ്ഉ ലഹു ആ മരിച്ചുപോയ മനുഷ്യക്ക് ദ്വാരക്കിട പോലത്തെ സാലിഹായ മക്കള് നല്ല മക്ക ഒന്നും കൂടി കേക്കട നിന്റെ മക്ക സാലിഹായിട്ടുള്ളടാ നിന്റെ മോണ് നല്ലവണായിട്ട് നിന്റെ മക്കളെ നീ ബൽത്തിയ നീ മരിച്ചൽ പിന്നെ നിന്റെ മോണ് നിക്ക് ഖുർആൻ ഓതുവണ നിക്ക് യാസീൻ ഓതുവണ നിക്ക് ദ്വാരക്കുവണ നിന്റെ മേലിൽ സദഖ കൊടുക്കുവണ ഞങ്ങളെ റായത്തിൽ ഒരു ഡബ്ബി ഉണ്ടുള്ള പള്ളിയില് അതെന്തുകളാ നിന്റെ 1 രൂപയും 8 ആനയും പറഞ്ഞ 10 രൂപയുടെ കൊണ്ടിട്ട് ബിൽഡിംഗ് കിട്ടുകൊണ്ടല്ലത് നീ അങ്ങനെ വരച്ചേ അങ്ങാടിലാവാ എടുക്കാത്തത് നടക്കാത്തത് മാർക്കറ്റിൽ നടക്കാത്ത വേണം ആ ഡബ്ബി കിട്ടൊക്കെ ഉള്ളാണ്ട് അങ്ങനെ ഡബ്ബി കിട്ടുന്നത് അങ്ങനെ ഡബ്ബി കിടക്ക് വേനായിട്ട് നിന്റെ ഈ ഡബ്ബിയുടെ ഈ പരിക്കട്ട നോട്ടിന് റാസി കെട്ടൊക്കെ വേനായിട്ട് ഡബ്ബിയുടെ നോട്ടിന് വരച്ചിരേ അത് സമയത്ത് ഇന്നും തെരിയല്ല ആൾമാർക്ക് എന്ത് ചെന്ന് കുറേ ആൾമാർ അതെന്ത് വേണം അത് വിശ്വാസം അവിടെ അല്ല എന്ത് വിശ്വാസം നീനേ വിശ്വാസം ഇന്നല്ല ഡബ്ബി വിശ്വാസം അവിടെ അല്ലേ എന്തുകത് അതിരെ പിറകില് രഹസ്യമുണ്ട് മുസ്ലിമേ പണ്ടത്തെ കാലത്ത് ഞങ്ങളെ ഉമ്മമാർ ഞങ്ങളെ പെങ്ങന്മാർ ഞങ്ങളെ മാപ്പിളമാർ ഞങ്ങളെ മക്ക ഞങ്ങളെ ഇളങ്ങ ഞങ്ങളെ മൂത്തങ്ങ പള്ളി കൗത്തിലിട്ട് പുറത്തായിട്ട് പോണ്ട സന്ദർഭത്തിൽ ഉത്തര പെണ്ണിങ്ങ 1 രൂപയും 8 ആണയും 5 പൈസയും 10 പൈസയും അങ്ങ് മുന്നോട്ട് നേർച്ചയാക്കിട്ട് കിടാറ് എന്തെങ്കിലും ഉഷാറില്ലാണ്ടായ പള്ളിക്ക് 10 പൈസ നേർച്ചയാക്കിയാറ് അല്ലെങ്കിൽ കൃഷിയുടെ വിഷയത്തിൽ പള്ളിക്ക് നേർച്ചയാക്കിയാറ് ആരോഗ്യത്തെ വിഷയത്തിൽ പള്ളിക്ക് നേർച്ചയാക്കിയാറ് ജാനുവാറുടെ വിഷയത്തിലെ പള്ളിക്ക് നേർച്ചയാക്കിയാറ് എന്തിനെങ്കും പഠിച്ചവന്റെ പള്ളിക്ക് അങ്ങനെ നേർച്ചയാക്കിയിട്ട് സെപ്പറേറ്റ് പള്ളിയുടെ പൈസ എടുത്ത് വീഴ്ചിട്ട് കിടാറ് ആണിങ്ങ പള്ളിക്ക് പോകേണ്ട സന്ദർഭത്തിൽ ഈ കാശ് കൊടുത്തു കട പള്ളിയുടെ ഡബ്ബി കിടറോ നമുക്ക് പേര് വേണ്ട പ്രശസ്തി വേണ്ട പടച്ച റബ്ബുക്ക് നീയത്താക്കിയ പള്ളിക്ക് എത്തുക വേണായിട്ട് അങ്ങനെ ഡബ്ബിക്ക് പള്ളിയിൽ പണ്ട് പൈസ ഇട്ടോണ്ട് ഇന്നറ് ആ പൈസക്ക് വേണായിട്ടൊന്ന് ഡബ്ബി ഉരുട്ടിയോണ്ട് ഇന്നറ് മുസ്ലിമേ മരിച്ചുപോയ ഉമ്മ മരിച്ചെങ്ക് ബാപ്പ മരിച്ചെങ്ക് ഔത്രങ്ങാറ് മരിച്ചതുകൊണ്ട് കണ്ട എല്ലാ വാരത്തിലും വെള്ളിയാസരുണ്ട് ചില്ലറ പൈസ കൊടുത്തു കടത്തത് ഉമ്മയുടെ പേരിൽ പള്ളി കിടറു ബാപ്പയുടെ പേരിൽ പള്ളി കിടറോ മക്കളെ പേരിൽ പള്ളി കിടറോ ഇളങ്ങ മൂത്തങ്ങളെ പേരിൽ പള്ളി കിടറോ ചന്ദ്ര പള്ളി മരിച്ചെങ്ക് നീയത്താക്കിട്ട് പള്ളി കൊടുത്തോണ്ടിന്നറ് അതൊക്കെ വേണമായിട്ട് റായത്തെ പള്ളിയിലെ പണ്ടിൽ പിന്നെ ഡബ്ബി വന്നതാ ഇണ്ടും അത് ഉരുട്ടിക്കൊണ്ടുള്ളത് കുറെ ബാലക്കാർ നോക്കണം അടിക്കട്ട് അടിയിൽ ക്രിക്കറ്റർ ബോൾ അടിച്ചതുപോലെ തിരക്കൽ ആ തലക്ക് ഈ ഡബ്ബിയുടെ അടിച്ചവർക്ക് എന്തേ അവൻ്റെ ഇടില്ലേ ഇടകു ചെന്നെങ്കിൽ വലിയ നോട്ട് ഇടകണമെങ്കിൽ മനസ്സില്ല ചെറിയ നോട്ട് ഇടകണമെങ്കിൽ ഏസിക്ക അവിടെ വലിയ നോട്ട് ഇടക്കും മനസ്സില്ല ചെറിയ നോട്ട് ഇടക്ക് ഏസിക്ക അവിടെ അങ്ങനെ തട്ടിവിട്ടവണ് സ്വഭാഗ നിന്റെ കാണ 10 പൈസ ഇട്ടവണ അവളാ പറിക്കട്ടെ നോട്ടെങ്കും 10 രൂപ എടുത്തിട്ടില്ല അവണെങ്കോ നിന്റെ കാണാൻ അത് പെരുത്തേക്ക് ഇങ്ങനെ മുട്ടത്തിലെ പാസ് നിന്റെ സിയാറത്തേക്ക് വേണ്ടല്ല ഡബ്ബി നിന്റെ മുട്ട വേങ്ങോക്ക് വേണ്ടേ പള്ളിക്ക് താള ചെന്നിട്ട് നിന്റെ മുട്ട വേങ്ങോക്ക് വേണ്ടേ ആ തണ്ട പള്ളി വേനിട്ട് ഡബ്ബി നിന്റെ കേക്കോ വേണ്ട സന്ദർഭത്തിൽ നീ കൊടുക്കാണ്ട കടത്തിയിട്ടുണ്ട് കണ്ടെങ്കും നീ അല്ലാഹുടല് കേൾക്കേണ്ട സന്ദർഭത്തിൽ ചിലപ്പോൾ പടച്ചിറപ്പ് നിനക്ക് തരില്ല നിന്നെ നിർലക്ഷാക്കി വിടുക അവനക്ക് എന്ത് കൊടുത്തിട്ട് എന്ത് കൊടുത്തൊരു കാര്യമുണ്ട് ഈ നായുടെ മുലയിൽ പാളിന്നിട്ട് എന്ത് പ്രയോജനമുള്ള ആർക്കെങ്കിലും അതൊരു കുഞ്ഞിക്ക് മാത്രം എന്തെങ്കിലും ഉപകാരം കിട്ടുമല്ലാണ്ട് റായത്തങ്ങോട്ട് ഇപ്പത്തുക്കും ആവല അതിരെ പാള് റായത്തെ മക്കൾക്കും ആവല എന്തിർത്തുക ആ പാളാവല അങ്ങനത്തെ ബിസിയായിട്ട് പൈസ എന്തൊരു പ്രയോജനം എന്തിനുള്ളത് അപ്പോ
പടച്ചറബട പള്ളിയുടെ പരിസരത്ത് ചമ്മാളുമാർ ഞങ്ങളങ്ങ് കിടന്നിട്ടുള്ളത്. അങ്ക് ഉസ്താദാ ഒന്നാമത് ദുആ കഴിഞ്ഞാൽ പിന്നെ അൽ ഫാത്തിഹ ചന്ദ്ര ഫാത്തിഹ വിളിക്കട്. ഞങ്ങളെ റായത്തുമാ ഫാത്തിഹ ഓതുറാറ്. ഫാത്തിഹ ഓതിയാൽ പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് ചൊല്ല സൂറത്ത് ഓതുറാറ്. അതിലുള്ള മഹത്വം ചൊന്നെങ്കിൽ തീരാത്ത എത്ര ഉണ്ട് മുസ്ലിമേ. ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വല്ലാത്ത പ്രതിഫല ഇന്ന സൂറത്തുകാര് ഇതെല്ലാം ഓതിയാൽ പിന്നെ ഖതീബ് ഉസ്താദ് ദുആറക്കിടനാരാ. ഞങ്ങൾ ഓതിയതിരെ കൂലി സവാബ് പടച്ചവനെ ഞങ്ങളെ നങ്ങാക്കി തീര്. ഞങ്ങളെ ഉമ്മ ബാപ്പ കൂട്ടുകുടുംബത്തിണ്ട് 6 അടി മണ്ണിലുള്ളത് അല്ലാ. നന്റെ ബാപ്പ നന്റെ അജ്ജ അങ്ങാറുമിണ്ട് സുജൂദ് ഈ ജാഗളിയില്ല റബ്ബേ. ഇതിരെ പ്രതിഫല തങ്ങളെ ഖബർക്ക് എത്തുപാട്ട് അല്ലാ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപത്തെ നീ പൊറുക്കുനാരാ. ഞങ്ങളെയും ഞങ്ങളെ നിന്റെ സുഖലോക സ്വർഗത്തിൽ സ്വാലിഹീങ്ങളൊട്ടിക്ക് ചേർപ്പാട്ട് അല്ലാ. ഖതീബ് ഉസ്താദ് ദുആറക്കുമ്പത്തുക ആമീൻ ചൊല്ലുക നിന്റെ മോണ് പള്ളിലിക്കിറണ. നിസ്കാര കഴിഞ്ഞിട്ട് സലാം വീട്ടിയ ബർത്തേക്ക് പ്രത്യേകിച്ചും തറാവി നിസ്കാരത്തുകല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ചന്ദ്ര ഒരു സലാം വീട്ടക്കും സുന്നത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി രണ്ടാമത്തെ സലാം വീട്ടക്കും സുന്നത്ത്. ഇನ್ನು മൂന്നാമത്തെ സലാം വീട്ടാണ്ട് ഉറക്ക ഇങ്ങനെ തിരിഞ്ഞു നോക്കണം. പിന്നെ ബാക്ക് ഇടത്ത ഭാഗത്തുകളെ വെള്ളത്തെ ഭാഗമല്ല തെല്ല് തിരിഞ്ഞിട്ട് ബാക്ക് നോക്കണം. എന്ത് കൊന്തുണ്ടാ ഓർഡർ പാർട്ടി ഉണ്ടല്ലേ, ഓർഡർ പാർട്ടി. ആ ഓർഡർ പാർട്ടിയിൽ നിന്റെ മോണുള്ളാണ് ഉള്ളാണ്ട് കണ്ട ഔത്ര പോയിട്ട് കാതര കുറ്റി പിടിച്ച് വിളിച്ചോ പറഞ്ഞു. ഇന്ന് മോത്തു പള്ളിയിൽ നടക്കണായ സകല കാര്യക്രമം കഴിഞ്ഞാൽ പിന്നെ നന്റെ ഔത്തുക്ക് വന്നങ്ങ് നിൽക്ക് ചോറും നന്റെ ഔത്തിൽ കിടക്കുക ജാഗ എല്ലാം ഔത്ര പിത്തിൽ തേക്കണം. നായി തെച്ചതുപോലെ അടിച്ചെന്നിട്ട് ഒന്ന് ചെന്ന് വിടൂള. ആ മക്ക നീ മരിച്ചാൽ പിന്നെ നിൽക്കത് വാരക്കുവാർ അല്ലേ. നിന്റെ മയ്യത്ത് വെച്ച് ഓടുവർ ഒരു തൽക്കീനോതുമ്പത്തും സമയത്താ ഒന്ന് നിക്ക് ദുആറക്കുമ്പത്തും സമയത്ത് അവണിക്കല 3 ദുആ ഔത്തരം ആക്കുമ്പത്തും ഓണ് സുധാരിച്ചോണ്ട് അപ്പോൾ സമയത്ത് ആമീൻ ചന്ദ്ര നിന്റെ ബായുടെ മോന്റെ നാവള് പറഞ്ഞു. ഇതെല്ലാം ഷാപ്പല പള്ളിരൊട്ടികൾ അങ്ങനെയുള്ള കളിക്കോത്തിര. അത് ഓടിയം പറഞ്ഞതല്ല. അത് കുറെ ചൊല്ല കൊണ്ട് ചെന്ന് തീരാത്തത്ര ഉണ്ട്. പള്ളി നിക്ക് മാക്സിമം ഇവിടെ വീട് തീക്കണായ ജാഗിയത് കുറുപ്പാത്തുണ്ടല്ല ഇബാദത്തെടുക്കുക വേണം. കൊരൽമാർക്ക് അങ്ങനെ ഉണ്ട്. പള്ളി പോയി സംസ്കാരമെല്ലാം കഴിഞ്ഞാൽ പിന്നെയും ഫാനിട്ട് ഒരു തൈക്കൽ തെച്ച് 6 ബണ്ടാണ്ട് കാട്ടുക. ഓൻ്റെ ജോഡി ഓണക്ക് സമത്തിൽ ജോഡി കിട്ടില്ല. അവിടെ ഒന്ന് പന്നെ അതവിടെ എന്തെല്ലാം പൊക്കറാക്ക അങ്ങനെയുള്ള റാഹത്തുള്ള റാച്ചെന്നിങ്ങനെ ഈ പടി തുടങ്ങിയിട്ട് പള്ളിക്ക് 300 ആൾ വന്നെങ്കിൽ 301 ആളെ എണ്ണിട്ട് എണ്ണിട്ട് അവൻ്റെ ഇറച്ചി മാത്രമല്ല മുള്ളു സമയത്ത് ഉജിമ്പിട്ട് എറിഞ്ഞിട്ടാണ് പള്ളിയിൽ പോട്ടെ. അങ്ങനത്തെ കൊറിയാൽമാരുള്ള പള്ളിക്ക് പണ്ടാറ് പോയിട്ട് കുറുപ്പാത്ത് കട്ടൽ വെടി നിൽക്കിടാറ്. ലുഹുറസ്കാരത്ത് പണ്ടാറ് അസറത്തോളം 1.5 കാലത്തെ ബെഞ്ചിൽ ഇക്കിടാറ്. അസറസ്കാരത്തേക്ക് പണ്ടാറ് മഗ്രിബ് ബാങ്കത്തോളം മുട്ടത്തിൽ കൂടം കെട്ടിയ സൈഡിൽ ഇക്കിടാറ്. മഗ്രിബ് പണ്ടാറ് ഇഷാനസ്കാരത്തോളം എന്തിനാക്കിടാറ് പിത്തിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇക്കിടാറ്. ഇഷാനസ്കാരം കഴിഞ്ഞാൽ നല്ല പോയിട്ട് ഔത്തുകത്തിൽ റൗണ്ട് ആയിട്ട് പോയിട്ട് കിടന്നത്. ഇങ്ങനത്തെ കൊറിയാൽമാരുള്ള പണി എന്തേ ലുഹുറസ്കാരത്തെ നിസ്കരിച്ച നിസ്കാര തലക്കൂലി 6 ഓതിയാക്കിയിട്ട് വലിയ ധർമ്മിഷ്ടപ്പെടണം. ലുഹുറസ്കരിച്ച കൂലി എല്ലാവർക്കും കൊടുത്തിട്ടേ അവന് നെക്സ്റ്റ് പള്ളിക്ക് പണ്ട അസറസ്കാരം അസറസ്കാരത്തെ കൂലിയുടെ എല്ലാവർക്കും ഓതിയാക്കിയിട്ട് ഗീബത്തിനെയും മിമ്മത്തും ഫീത്തിനെയും ഫസാദാക്കിയിട്ട് ഇന്നോടുള്ള ഓതിയാക്കി കൊടുത്തിട്ടേ അവൻ എന്തൊക്കെ മഗ്രിബ് നിസ്കാരത്തേക്ക് പള്ളി വേണ്ട 5 വക്ത നിസ്കാരത്തെയും വല്ലാത്ത സദഖ കൊടുക്കണം. അങ്ങനത്തെ കൊറിയാൽമാരുള്ള അതിലുള്ള പെട്രോകുത്തീറ. അപ്പൊ ചെന്നോണ്ടുള്ളത് പിരിസത്ത സഹോദര നിന്റെ പിരിസത്ത പാലക്കാര ചെല്ലത്തില് ബേജാറാക്കിരണ്ട. നിന്റെ പാപ്പ നിക്ക് പേനായിട്ട് പണ്ട കഷ്ടപ്പാട് ചെറിയതല്ലല്ലേ. നിന്റെ ഉമ്മ നിക്ക് പേനായിട്ട് പണ്ട കഷ്ടപ്പാട് ചെറിയതൊന്നുമല്ലല്ലേ. ആ ഉമ്മയും പാപ്പയും മരിച്ചു പോയെങ്ക നീ നല്ലാണ്ട് റായത്തങ്ങ് അത് വാറക്കില്ലടാ. നീനായിട്ട് നിന്റെ ഉമ്മക്ക് ദുആര കൊണായത് പാപ്പക്ക് ദുആര കൊണായത്. പള്ളിയിൽ രണ്ടാമത്തെ ദുആ കഴിഞ്ഞാൽ പിന്നെ മേയുടെ പറത്ത് പിറകുന്ന പ്രയത്നാക്കണോ. രണ്ടാമത്തെ ദുആ നിന്റെ ഉമ്മക്ക് വേണായിട്ട് നിന്റെ പാപ്പക്ക് വേണായിട്ട് നിന്റെ കുടുംബത്തെങ്ക് വേണായിട്ട് നിന്റെ റായത്ത് പള്ളിയുടെ പരിസരത്തിൽ കിടക്കുന്നെങ്ക് വേണായിട്ട് ഒരു നാള് നീന് കിടന്നെങ്കിൽ നിൽക്കും വേണായിട്ട് മുസ്ലിമേ. ഒരു നാള് നീനും കിടന്നെങ്ക് നിക്ക് വേണായിട്ട് ദുആരക്കട ദുആ അത് ആ ദുആത്തെ വേസ്റ്റാക്കണ്ട. അതേപോലെ സുബഹി നിസ്കാര നിങ്ങളെ റായത്തിൽ പഠിച്ചവന്റെ പള്ളിയിൽ പോയിട്ട് സുബഹി നിസ്കാര ജമാഅത്തായിട്ട് നിസ്കരിക്കണമെങ്കിൽ എത്ര ആളുള്ളത് അല്ലേ. വല്ലാത്ത കഷ്ട എനിക്കൂ സുബൈക്ക് എനിക്ക് പള്ളിക്ക് വേണ്ടി വലിയ ബിസിയാ. അത് ഭാര്യ വലിയ ബിസിയാ. പർവ്വത വേണമെന്ന് ഉത്താക്കുക തയ്യാറുള്ള സുബൈക്ക് പള്ളിക്ക് മാത്രം പോയിരല്ല. അങ്ങനെ ബിസിയൊക്കെ ഒരാളത് സുബഹി നിസ്കാരത്തെ പവിത്രത്തെയും മഹത്വം കുന്തിന്നെങ്കിൽ പിന്നെ പള്ളിയുടെ പറത്ത് പറലവണം. ഒരു
ബക്കറ്റ് പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ഇൻഷാ അല്ലാഹ് സദഖത്തെ ബിസല്ല ജന്ന ആ പള്ളിക്ക് നിങ്ങളെ കൊണ്ട് ഈ സംരംഭത്തിക്ക് നിങ്ങളെ കൊണ്ട് അവിടെ വലിയ സഹായ സഹകരണം അല്ലാഹു ഞങ്ങളെ പെണ്ണുങ്ങളെ സ്വർഗീയ വനിതകളെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ടിട്ട് പാലക്കാരിൽ ചെന്നിട്ടുള്ളത് കൊരറായത്തെ ബഹളക്കാർ അവസ്ഥ ലുഹുർ നിസ്കാര കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ലുഹുറുടെ ടൈം കഴിഞ്ഞാൽ പിന്നെ തുടങ്ങി തങ്ങളെ ടൂർണമെന്റ് ക്രിക്കറ്റ് ആട്ടോ അല്ലെങ്കിൽ വോളിബോളാ ഫുട്ബോളാ കബഡിയാ ടൂർണമെന്റ് ചുറ്റുഭാഗത്തിലും മൈതാനത്തില് അസർ ബാങ്കങ്ങളെ കാത് കേൾക്കില്ല, മഗ്രിബ് ബാങ്കും കാത് കേൾക്കില്ല. ഡേ നൈറ്റ് ചെന്നിട്ട് 24 ഗണ്ടിയും തുള്ളുടെങ്ങും തുള്ളുവാട്ടങ്ങ ഉള്ളറ് കണ്ണു കാണാത്ത കുരുടവും സമയത്ത് പോയിട്ട് സന്തോഷപ്പെട്ടവനുള്ള പടച്ചറപ്പട പള്ളിയിൽ ബാങ്കയുടെ ശബ്ദം കേട്ടപ്പോ ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാ ബറുമക്കളെ നിസ്കരിക്കുക ചെന്നൊരു വിളിക്കട സന്ദർഭത്തിൽ പള്ളിയുടെ പരിസരത്ത് പറകണു കാള് നമ്പല ഇട്ടിക്കട എത്ര ഗಂಟೆ വേണമെങ്കിലും തുള്ളുടാ എന്തും അവനക്ക് തൊന്തരയില്ല. പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കുക കാള് നമ്പല അവനകോ അവന്റെ മനസ്സൊപ്പില്ല. അതൊക്കെ നീന് ഒരു 5 നിമിഷം ക്രിക്കറ്റ് കളിച്ചത്ര കഷ്ട ഇല്ലടാ പള്ളിയിൽ വന്നിട്ട് 5 നിമിഷം നിസ്കരിക്കടത് ആയെങ്കും പള്ളിക്ക് പറകും മനസ്സില്ലാത്ത ഒരു വർഗ ഒരു നാളുണ്ട് മുസ്ലിമേ ഇപ്പോഴും ഉള്ള നക്ക് പരിചയമുള്ള ചുമ്മാളുമാറുള്ള ഉസ്താദേ യൗവനത്ത് നിനക്ക് പള്ളിക്ക് പോകു തീരിട്ടില്ല ഉസ്താദേ, നന്റെ കളിയും ചിരിയും തമാശയും പള്ളിക്ക് പോകു വിട്ടിട്ടില്ല ഉസ്താദേ, ആരോഗ്യം ഇന്നപ്പോ പോകാനില്ല ഉസ്താദേ. ഇപ്പൊ നിനക്ക് പള്ളിയിൽ ബാങ്ക് കേൾക്കട സന്ദർഭത്തിൽ പുൽപുട്ടല്ലാണ്ട് വേറൊരു തെരുവില്ല. പള്ളിക്ക് പോകുന്നക്ക് മനസ്സുണ്ട് പോകാവില്ല ഉസ്താദേ. സൈഡ് എഫക്ട് ആയിട്ട് വാതരോഗം പിടിച്ച് എനിക്ക് തീരാട്ട് പരിപൗത്രത്തിൽ കിടത്തത്തിലായപ്പോ സീക്ക് സങ്കടം വന്നിട്ട് ഔത്തുൾ കിടത്തത്തിലായപ്പോ അപ്പോ പള്ളിക്ക് പോകും നെനപ്പ് പണ്ടപ്പോ പോകാവില്ല ആവാണ്ട് പുൽപ്പുടക്ക് തുടങ്ങടാ. നാളെ ആഖിറത്തേക്ക് എത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതി ഒരു മനുഷ്യടലും കേഖറ എന്തേ നിക്ക് കൈകാലുക ആരോഗ്യം തന്നില്ലേ, കണ്ണുക ആരോഗ്യം തന്നിട്ടില്ല, നടക്കട പോലോത്ത ആരോഗ്യം തന്നിട്ടില്ല, എല്ലാം തന്നിട്ട് പോവാത്തവണ ഇന്നെന്തിക്ക് പോണായര പിന്നെന്തിക്ക് പോണായ ടൈമിൽ നീ എന്തലാ പോയിട്ടില്ലാണ്ട് കേട്ടുങ്ങ അല്ലാഹുടെ മുട്ട നീ എന്തൊരു ഉത്തര ചൊല്ലുവ മുസ്ലിമേ. നീ നോക്കൂള ഏതൊരു മനുഷ്യവും മരിക്കുക കിടക്കട സന്ദർഭത്തില് അവന്റെ മുട്ടത്തിൽ ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് വന്നപ്പോ അള്ളാഹുടലോണ് കേക്കട പടച്ച തമ്പുരാനെ ഒരു തെല്ല് നേരത്താ തമ്പുരാനെ സത്കർമാക്കി പാത്തം പണ്ട് ചെന്നിട്ട് നരകത്തുക പോണ്ട സന്ദർഭത്തിൽ മനുഷ്യന്മാർ ചൊല്ലക്കുത്തറുണ്ട് അല്ലാ ഇന്നൂർക്കവർ തെല്ല് നേരെ ഭൂമിക്ക് നിന്റെ കടത്ത് തമ്പുരാന് ധാരാളം നിസ്കരിച്ചിട്ട് ധാരാളം സത്കർമാക്കിട പണ്ടറബ് അല്ലാഹു തആല ചൊല്ല എല്ലാം നിക്ക് തന്നപ്പോ നീ പോവാത്തവണോ പിന്നെന്ത് എങ്ങനെ പോകുളാനേണ്. ഇപ്പം കുറെ ആൾ മാറുള്ള പള്ളിയുടെ പരിസരത്ത് പോണ്ട ക്രമയില്ല. സീക്ക് വന്നപ്പോ പള്ളി പരിസരത്ത് പോകുമല്ല വേറെന്തും പണിയില്ല ഔത്തോളൂ എങ്ങനെങ്കും പടച്ചോണ്ട പള്ളിക്ക് പോകു തുടങ്ങടാ. ആ സീക്ക് സുമറായങ്ക പിന്നോണ പള്ളിക്കും വണ്ടില്ല. എന്തെങ്കിലും സീക്ക് തുടങ്ങിയപ്പോ വേറെ യൂസ്ലെസ് ഔത്തിൽ പെഞ്ഞയുടെ കിരിക്കിരി സൈക്കൊക്കെ തീരാണ്ട് ഈ മുസീബത്തിൽ നിന്നിട്ട് പള്ളി അവളപ്പല്ല പള്ളിക്ക് വേണ്ടേ. ഇനി പള്ളിക്ക് പോയിത്ത അവിടെ സുഖം ഉണ്ടാ അവിടെ ഖതീബിടെ എണ്ണെടുത്തും പള്ളിയുടെ പ്രസിഡന്റ് എണ്ണെടുത്തും സെക്രട്ടറി എണ്ണെടുത്തും ഞങ്ങളെ എണ്ണി എന്തെങ്കിലും ഇത്ര അമ്പസാദാക്കിട്ടവണ് എന്തെങ്കിലും സമാക്കടവിടെ എന്താ അളാക്കാക്കി വിട്ടു അവിടെ നല്ല സംവിധാനത്തെ അവിടെ എന്തെങ്കിലും വിടക്കാക്കിട്ട വിടക്കട്ട് പിന്നെ മൂത്തോണ് സമായാണ്ട് കണ്ട പിന്നെ പള്ളിയുടെ പരിസരത്ത് കണ്ടില്ല പിന്നെ വേറെ പണിയുണ്ട് പള്ളിക്ക് വേണ്ടിയില്ല. ഇങ്ങനത്തെ എല്ലാം കൊറിയ ടൈപ്പ് ഇടുതല്ലുണ്ട് പ്രത്യുറായത്തുള്ളൂ. അക്കൂട്ടത്തിൽ നിങ്ങൾ ആയിരൊക്കെ തീരാ ചുമ്മ ചൊല്ലുകൾ ഇന്നൊന്നൊന്നര ഗಂಟ കോറടിയിലെ ചൊല്ലുക സമയം ഇല്ലാത്തതുകൊണ്ട് നന്ദി പാട്ടെ. അതുകൊണ്ട് പാലക്കാരെ പ്രത്യേക നടപ്പാക്കരുത്. പടച്ച തമ്പുരാന്റെ പള്ളി സുന്ദരമായ പള്ളി നിങ്ങളുടെ റായത്തിൽ പെർലാപ്പിൾ ഉണ്ടായിട്. ഇന്ന് ഇതിനെ ചന്താക്കണം, ഇത് പൈന്റ് കൊടുത്തിട്ടല്ല, ഡെക്കറേഷൻ കൊടുത്തിട്ടല്ല, ഇതിനെ ചന്താക്കണം. ഇത് 5 വക്ത് നിസ്കാരത്തിന് ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദിന്റെ പിറകിൽ നിസ്കരിച്ചിട്ട് അവിടെ നടക്കുന്ന സ്വലാത്ത് മജ്ലിസ് റാത്തീബ് ഖുതുബിയത്ത് മൗലിദ് മാല റാത്തീബ് ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൈബാദത്ത് തർക്കണായ സത്കർമ്മ യന്ത്രല്ല നടക്കട. അപ്പല്ലും നിങ്ങൾ അവിടെ ഒന്നാമത്തെ സഫുൽ ഉണ്ടാവണം. അവിടെ സുധാരിച്ച് കടത്തര വിഷയത്തിൽ നിങ്ങൾ ഒന്നാമത്തെ സഫുൽ ഉണ്ടാവണം. അങ്ങനെ ആയിട്ട് അല്ലാഹുടെ പള്ളിയുടെ ധന്യത്തെ ഇന്ന പള്ളിയാക്കുകളിന്റെ പ്രയത്നം നിങ്ങൾ ആക്കണോ. ചെറിയ വിഷയതല്ല, അതല്ല ചെറിയ വിഷയല്ല മുസ്ലിമേ. അതുകൊണ്ട് പാലക്കാറാ എന്ത് വിസിന്നെങ്കും പടച്ച തമ്പുരാന്റെ പള്ളിക്ക് എത്തുകിന്നെ ആരോഗ്യ അല്ലാഹു നിക്ക് തന്നിട്ടിക്കുമ്പോ ഉപയോഗാക്കുക നോക്കുന്നതാണ്.
പടച്ചറബടെ പള്ളിയിൽ സുജൂദിട്ട് ആരോഗ്യം അള്ളാഹു നിക്ക് തന്നിട്ടിക്കും ഇത് ഉപയോഗാക്കൊക്കെ നോക്കുന്നേണ്. അള്ളാഹുടെ പള്ളിയുടെ എടങ്കിട്ട് കളി കണ്ട മോനെ പിരിസത്തെ ഉമ്മ നീ ഭാഗ്യവന്ത. പെണ്ണുക ധാരാളം മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നറ. പെണ്ണുക ധാരാളം മഹത്വം പടച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങവും തന്നറ. ആ മഹത്വത്തെ ഇന്ന് നീനുള്ളല്ലേ നിസ്കരിക്കാത്ത നിന്റെ മോനുക്ക് ചോറ് വിളമ്പി കൊടുക്കുമ്പോ ആലോചനക്കുമ്മ പള്ളിക്ക് ജുമുഅത്തുക്കും ജമാഅത്തുക്കും പോവാത്തവണക്ക് നിന്റെ കൈ കൊണ്ട് വിളമ്പി കൊടുക്കുമ്പോ ആലോചനക്കുമ്മ നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല നിന്റെ ആബിയസതയെ കാണിക്കില്ല. പള്ളിക്ക് പോവാത്തവണ നക്ക് സുജൂദിലാത്തവണക്ക് എന്തൊക്കെ ചോറാക്കി കൊടുത്ത, എന്തുകൊണ്ട് ഡ്രസ്സ് കഴുകി കൊടുത്ത, എന്തൊക്കെ നിന്റെ ഉത്തരവുണ്ട് കടപ്പാട്ടിയാ ചന്ദ്ര പടച്ച തമ്പുരാന് നാളെ കേൾക്കുമ്പോ എന്തൊരു ഉത്തര ചെല്ലുവ. മാഷാ തങ്ങളുടെ ചങ്ങായി മജീദാരി മസ്താദ് വന്നിട്ടുള്ള അല്ലാഹു ആഫിയത്തുൽ ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പോ അള്ളാഹുടെ മുട്ടത്തിൽ ഉത്തരം ചെല്ലണോ. അതേപോലെ ബാപ്പന്മാര് 15 വർഷം ആയിട്ടും പള്ളിക്ക് പോവാത്ത മോണ് നിന്റെ ഉത്തരം ഇന്നെങ്കിൽ ജാഗ്രതാക്കിയോ. 15 വർഷം കഴിഞ്ഞിട്ടും നിന്റെ മോണ് പള്ളിക്ക് പോണ്ടില്ലെങ്കിൽ ജാഗ്രതാക്കിയോ. അവണ് നിന്റെ ഉത്തൽ ഇക്കിടുതേ മുസീബത്തിലാ. 15 വർഷം കഴിഞ്ഞിട്ടും നിസ്കരിക്കാത്തവണ് നിന്റെ ഉത്തിൽ ഇന്നെങ്കിൽ ഔത്തിൽ വലിയ അത്ര കാണവിലൊരു ശാപ വേണ്ട, അത്ര കാണവിലൊരു ദാരിദ്ര്യ വേണ്ട, അത്ര കാണൊരു വലിയൊരു മുസീബത്ത് ഔത്തിൽ വേണ്ട. അവന്റെ കാണവിലൊരു ശപിക്കപ്പെട്ടണു പിന്നെ ഔത്തിൽ വേറെ ആറുമില്ലടാ. മാറക്ക രോഗ വന്നെങ്കി, ദാരിദ്ര്യ വന്നെങ്കി, കട വന്നെങ്കി, കഷ്ടപ്പാട് വന്നെങ്കി ഞങ്ങൾ സാധാരണ ഉസ്താദുമാരെ കാണുക പോണ്ട് ക്രമമുണ്ട് ദ്വാര കൊക്കു ചൊല്ലകൂ. തങ്ങന്മാരെ കാണുക പോണ്ട് ക്രമമുണ്ട് ദ്വാര കൊക്കു ചൊല്ലകൂ. പടച്ചതമ്പുരാന്റെ പള്ളിയിൽ വെച്ചിട്ട് ദ്വാരക്കട ക്രമമുണ്ടോ? അല്ലാഹുടെ പള്ളിക്ക് ഹദിയയും സദഖയും നേർച്ചയും ആക്കട ക്രമമുണ്ടോ? കഷ്ടപ്പാടിനോട് വിമോചനം കിട്ടുക വേണായിട്ട് മനുഷ്യ നീ നിന്റെ കഷ്ടത്തിനോട് പാറാവണ, നിന്റെ ദുഃഖത്തിനൊരു വിമോചനം നിക്ക് കിട്ടണ, ദാരിദ്ര്യത്തിനോടും കടത്തിനോടും നിക്ക് മുക്തി കിട്ടണ മുസ്ലിമേ. ദ്വാരക്കുചളുടെ കാണുമെന്നോളോ, നേർച്ചയാക്കട കാണുമെന്നോളോ, തങ്ങന്മാരെ കാണുക പോണ്ട കാണുമെന്നോളോ. നിന്റെ ഊത്തുല് 15 വർഷം കഴിഞ്ഞിട്ടും നിസ്കരിക്കാത്ത ആണാവട്ടോ പെണ്ണാവട്ടോ ഔത്തുറ ഉള്ളറാണ്ട് ഫസ്റ്റ് നോക്കും മനുഷ്യ. സുബഹി നിസ്കരിക്കാത്തങ്ങ നിന്റെ ഔത്തുൽ ഉള്ളറാണ്ട് നോക്കുമോണേ. സുബഹി നിസ്കാരം ഖളാക്കിട്ട് ഔത്തുൽ കിടന്നുറങ്ങട ആണും പെണ്ണും നിന്റെ ഔത്തുൽ ഇക്കട കാലത്തോള ആരമുട്ട ദ്വാര പാട്ടിട്ടും ഉത്തര കിട്ടില്ല. ഏത് ജാഗ ഇവിടെ നേർച്ചയാക്കെങ്ങും ഉത്തര കിട്ടില്ല. ഫസ്റ്റ് നിന്റെ ഔത്തുൽ ഇന്ന സമസ്യത്തെ നീന് പരിഹാരാക്ക് മുസ്ലിമേ. പിന്നെ ദ്വാരക്ക്, പിന്നെ ഉസ്താദിലെ ദ്വാരപ്പാട്ട്, പിന്നെ അഹ്ലു ബൈത്തുകളുടെ ദ്വാരപ്പാട്ട്, പിന്നെ പള്ളിക്ക് നേർച്ചാക്ക് എങ്ങത്തെ പർവ്വത പോലത്തെ സമസ്യയും എന്തിനോട് പരിഹാരവിടു. കൊരിയാൽമാരുള്ളവര് അവിടെ പോയി ഉസ്താദ്, ഇവിടെ പോയി ഉസ്താദ്, ഒരു തങ്ങന്മാരെയും കാണുക ബാക്കിയില്ല, ഒരു ദർഗത്തുക്കും പോവാട്ട് ബാക്കിയില്ല, ഏത് പള്ളിക്ക് നേർച്ചാക്കാണ്ട് ബാക്കി എല്ലാം ആക്കിയിട്ടായിട്ട് ഉംറത്തുക്ക് പോയിട്ട് വായിത്ത് അജർല പിടിച്ചിട്ട് ദ്വാരന്നിട്ടായിട്ട് എന്തും പരിഹാരം കണ്ട് നീ എവിടെയൊക്കെ പോയിട്ട് ലൗഹുൽ മഹ്ഫൂദിൽ പോയിട്ട് പുതുക്കാൻ വെച്ചിട്ടും കാര്യമില്ല. നിന്റെ ഔത്തിൽ നിസ്കാര കലാക്കടങ്ങ ഇന്നെങ്കിൽ ഒന്ന് അങ്ങനെ നിസ്കരിപ്പാട്ടണം, അല്ലെങ്കിൽ ചവിട്ടി പറത്താക്കണത്തിരെ അത് ചോറ് കൊടുക്കുക തീരാ. അത് നിന്റെ മോളായിട്ടിക്കും, നിന്റെ പുള്ളിയായിട്ടിക്കും, നിന്റെ ഇളവളായിട്ടും, നിന്റെ വെഞ്ഞയായിട്ട് കാറുമായിട്ട് നിസ്കരിക്കാത്തങ്ങ നിസ്കാര കലാക്കടങ്ങ ഔത്തുള്ളവർക്ക് ഫസ്റ്റ് ഞങ്ങളെ കൊണ്ടിട്ട് നിസ്കരിപ്പാട്ട് നിസ്കാര കലാവാണ്ട് അവല് വക്ത് നിസ്കരിക്കും ഇന്ന പ്രയത്ന. അതിൽ പിന്നെ ദ്വാരം നോക്കൂടാ. ആ ഊത്തുള്ള ദ്വാരം നെങ്ങമൈ, ആ ഊത്തുള്ള ദ്വാരം നെങ്ങമൈ അല്ലാഹു സെക്കൻഡ് ഉൽഗത്തിൽ ഉത്തരത്തർ അല്ലാണ്ട് വേറെ എന്ത് പ്രയത്നാക്കെങ്കും നിന്റെ സമസ്യ പരിഹാരാവല. അതായിട്ട് ഇവിടെ നിസ്കാര, അതായിട്ട് ഇവിടെ ജമാഅത്ത്, അതായിട്ട് ഇവിടെ പള്ളി, അതെല്ലാം നനപ്പുപയോഗിച്ചോ. പള്ളിക്ക് നിന്റെ കുമ്പോണ്ടെ കാണുമെന്നുള്ള പള്ളിക്ക് നീ പോകാതെ താക്ക്. നിന്റെ മയ്യത്ത് തുണി റെഡിയായിട്, കഫൻ തുണി റെഡിയായിട്, നിന്റെ മയ്യത്ത് കട്ടില് റെഡിയായിട്, നിന്റെ പൂത്തി പീക്കുന്ന കബറുടെ വ്യവസ്ഥ ആള് റെഡിയായിട്, കൊട്ടു പിക്കാസ് റെഡിയാക്കി ബേച്ചറ്, കുളിപ്പാട്ട വ്യവസ്ഥ എല്ലാം റെഡിയാക്കി ബേച്ചറ്, എല്ലാം റെഡി മുസ്ലിമേ. ഈ ശ്വാസമൊന്നും നിക്കുക മാത്ര ബാക്കി മനുഷ്യ. ഇന്നലെയും മുഞ്ഞാണ്ടും അതിനെ കാണാൻ മുന്നല, ഒരു തിങ്ങൾക്ക് മുന്നല, ഒരു വർഷത്തുക്ക് മുന്നല നിന്റെ ഔത്തര പരിസരത്ത്, പള്ളി നിന്റെ ഔത്തര പരിസരത്ത് ഒരു മയ്യത്ത് കട്ടിൽ പോയിട്ടില്ലേ? ആ മയ്യത്ത് കട്ടിൽ ആരോ ഉദ്ദാക്കി കൊണ്ടുപോയിട്ടില്ലേ? അത് ഉണ്ടല്ലെങ്കിൽ നാളെ നിന്റെ ഔത്തുക്ക് പണ്ട് മോണേ. നിന്റെ പരിസരത്തിൽ പോയ ഒരു മയ്യത്ത് കട്ടിലുണ്ടല്ലോ, അത് നിന്റെ ഔത്തുക്ക് പണ്ടളാ.
നീನು മയ്യത്ത് നിസ്കരിച്ച നിസ്കാരത്തെ ശബ്ദം നിൽക്കും ഒരു നാള് കേക്കുകൊണ്ടുള്ള ആറുകോ തൽക്കീന് ഓതുമ്പോ നീ കേട്ടതാ ജാഗല കബറിൽ കിടന്നപ്പോ നിൽക്കും കേക്കട ഒരു നാളുണ്ട് മുസ്ലിമേ. നീ ചുമ്മ ആളുമാരെ മുഖം ഓപ്പണാക്കിട മയ്യത്ത് നോക്കിട വന്നില്ലേ, നിന്റെയും കിടപ്പാട്ടി ആരോപണ മയ്യത്ത് മുഖം നോക്കി പോണ്ട് ഒരു നാളുണ്ടോ മുസ്ലിമേ. ഇതെല്ലാം ആലോചനാക്കി ഇതെല്ലാം നക്കല്ല പറകുള്ളത് കേവല ചരിത്രമല്ല കഥയല്ല, പണ്ടത്തെ ആളുമാർക്ക് സംഭവിച്ചതല്ല, ബദലക നക്കും സംഭവിക്കുകൊണ്ട് അല്ലാ മലക്കുൽ മൗത്ത് നന്റെ മുട്ടത്തിൽ പണ്ടക്കാണെന്നോളോ നന്റെ നിസ്കാരം ഇന്ന് ഖലാവുല്ല റബ്ബേ. ജമാഅത്തുക്ക് പോണ്ടത് നാണ് നീ പാട്ടില്ല നാരാ. മരിക്കട ലാഷ് നിമിഷത്തോളം പടച്ച തമ്പുരാന്റെ പള്ളിയിലെ ജമാഅത്ത് അടി നിസ്കരിക്കുന്നേ ആരോഗ്യം നമുക്ക് താ അല്ലാ. അങ്ങനെ ദുആരക്ക് മോണേ പടച്ചറബ് മരിക്കട അവസാനത്തെ നിമിഷത്തെ നിസ്കാര സമയത്ത് പ്രജ്ഞാപൂർവക പള്ളിയിൽ പോയിട്ട് സുജൂദിട പോലത്തെ ആരോഗ്യ അല്ലാഹു നമുക്കും ഞങ്ങളുടെ കുടുംബത്തിനും അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കുറെ മക്കളെ പ്രതിഭ പുരസ്കാര കാര്യക്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒരു 1 ಗಂಟೆಗೆ ನಿಪಾಟ വെച്ചിട്ട് 10 നിമിഷം 8 നിമിഷം ഏറെക്കുറയായിട്ട് അതുകൊണ്ട് തന്നെ പലക്കത്തിൽ ഏറെക്കുറടി ബന്ധപ്പെട്ട് നാം മാഫാക്കണം ചെന്നിട്ടും നക്കും എൻ്റെ കുടുംബത്തിക്ക് ഹൈറ് വരേണ്ട ദ്വാരക്കണം ചെന്നും പ്രത്യേകം നടപ്പാക്കിയിട്ട് പളക്കത്തേക്ക് വരാമാക്കട്ടെ. പ്രത്യേകിച്ചും നല്ല സൗണ്ട് സിസ്റ്റമിൻ്റെ ആളുമാർക്ക് ധന്യവാദാക്കടത്തിൻ്റെ ഒട്ടിಗೆ ഞങ്ങളെ പിരിസത്തെ ചങ്ങായി മാർക്ക് മീഡിയ അല്ലേ സ്മാർട്ട് മീഡിയ സാധാരണ വാളല്ല ദുനിയാവിടെ 4 ഭാഗത്തും അതേപോലെ പിന്നെ എത്തുപാട്ടരെ പോലത്തെ നല്ലൊരു സംവിധാനം മാഷാ അല്ലാഹ്. റായത്തും ഫറായത്തും ഇന്ന ആൾമാർക്ക് എന്തെങ്കിലും എഴുമ പഠിക്കുകയിൽ അവകാശാക്കി കൊടുക്കുക പോലത്തെ ഈ സ്മാർട്ട് മീഡിയത്തിക്ക് പ്രത്യേക അഭിനന്ദനാക്കിയിട്ട് പളക്കത്ത് വിരാമാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.